വചനത്തിലേക്ക് നോക്കുന്നതിന് മുമ്പായിട്ട് ഒരു വാക്കുകൂടെ കണ്ണടച്ച് പ്രാർത്ഥിക്കാൻ. സ്നേഹം നിറഞ്ഞ പിതാവേ, യേശുവെ അവിടുന്ന് നിറഞ്ഞ സാന്നിധ്യത്തിനായിട്ട് നന്ദി പറയുന്നു. യേശുവെ അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കാൻ വെമ്പുന്ന കർത്താവേ, ഞങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നതിലും അധികമായിട്ട് ഞങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവ് ഞങ്ങളുടെ മധ്യത്തിലുണ്ട്. നന്ദി കർത്താവേ, നന്ദി. ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. കർത്താവേ, ഞങ്ങളോട് ഓരോരുത്തരോടും കർത്താവേ, ഞങ്ങളുടെ ചെറുപ്പക്കാർ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ഞങ്ങൾ ഓരോരുത്തരോടും കർത്താവേ, ഓരോരുത്തരോടും അങ്ങേക്ക് സംസാരിക്കാനുള്ളത് വ്യക്തമായിട്ട് സ്പഷ്ടമായിട്ട് കേൾപ്പാൻ തക്കവണ്ണം ഞങ്ങളുടെ അകത്തെ ചെവികളെ തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ വചനത്തെ അങ്ങ് വെളിപ്പെടുത്തിയാട്ടെ യേശുവേ, അങ്ങേ തന്നെ ഞങ്ങൾക്ക് റിവീൽ ചെയ്ത് വെളിപ്പെടുത്തി തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളതിനെയും സമ്പൂർണ്ണമായിട്ട് താഴ്ത്തി ഏൽപ്പിക്കുന്നു. അവിടുത്തെ രക്തത്താലെ ഞങ്ങൾ ഓരോരുത്തരെയും കഴുകണം. സ്നേഹത്താലെ ഞങ്ങളെ അളവില്ലാതെ നിറയ്ക്കണം. കർത്താവേ, ഞങ്ങളെ ഔന്നത്യങ്ങളിലേക്ക്, കർത്താവേ, സ്വർഗോന്നതങ്ങളിലേക്ക്, കർത്താവേ, അങ്ങയോടുള്ള ആ ഒരു അതീവമായിട്ടുള്ള ആഴത്തുള്ള കൂട്ടായ്മയിലേക്ക് വഴി നടത്തിയാട്ടെ. അവിടുത്തെ ശബ്ദം കേൾപ്പിച്ചാട്ടെ. അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഇല്ല, യേശുവിന് വിലയേറിയ മാതിരിയുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം വർഷങ്ങളായിട്ട് തന്നെ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയാം. നമ്മൾ വളരെ സ്ലോ ആയിട്ട് ധ്യാനിച്ച് ഇപ്പോൾ കോട്ടേജ് മീറ്റിംഗ്സിന് മാസത്തിലൊരിക്കലേ നമ്മൾ ഇങ്ങനെ യോഹന്നാന്റെ സുവിശേഷം എടുക്കാറുള്ളൂ. അപ്പോൾ ഇപ്പോൾ നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 21 അധ്യായത്തിൻ്റെ അവസാനത്തെ ആ ഒരു പോർഷനിലോട്ട് നമ്മൾ എത്തി. നമുക്കറിയാം, അവിടെ അതിൻ്റെ സന്ദർഭമൊക്കെ കർത്താവ് മരിച്ച് ഉയർത്തെഴുന്നേറ്റു. കർത്താവ് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുന്നതിന് മുമ്പായിട്ട് ഉള്ള ആ ഒരു 40ഓളം ദിവസങ്ങൾ കർത്താവ് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു എന്നൊക്കെ അതിൻ്റെ തൊട്ടടുത്ത അധ്യായം എന്ന് പറഞ്ഞ ഏതാ? അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ ഓവർ എ പീരീഡ് ഓഫ് 40 ഡേയ്സ്, 40 നാളോളം എന്ന് പറഞ്ഞാൽ ആ ഒരു എക്സാക്ട്ലി ഒരു 37 ദിവസങ്ങൾ കർത്താവ് മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം കർത്താവ് പെന്തക്കോസ്ത് 40 നാളോളം അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. അതിനുശേഷം പിന്നെ ഒരു 10 ദിവസം കഴിഞ്ഞിട്ടാണ് കർത്താവ് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തതിനും 10 ദിവസത്തിന് ശേഷമാണ് പരിശുദ്ധാത്മാവ് പെന്തക്കോസ്ത് നാളിൽ അവരുടെ മേൽ വരുന്നതൊക്കെ നമ്മൾ വായിക്കുന്നത്. അപ്പം ആ 40 നാളോളം കർത്താവ് അവർക്ക് പ്രത്യക്ഷപ്പെടുന്നതിൻ്റെ 3-ാം രംഗമാണ് നമ്മളിപ്പം കണ്ടതെന്നാണ് നമ്മളതിൻ്റെ 14-ാമത്തെ വാക്യം. യോഹന്നാന്റെ സുവിശേഷം എല്ലാവരുടെയും കയ്യിൽ ബൈബിളുണ്ട് അല്ലേ? യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിന് 14-ാമത്തെ വാക്യത്തിൽ എന്താ വായിച്ചത്? ദിസ് ഇസ് തേർഡ് ടൈം, 3-ാം പ്രാവശ്യം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. ആദ്യത്തെ 2 പ്രാവശ്യം പ്രത്യക്ഷനാവുന്ന രംഗമൊക്കെ നമ്മൾ 20-ാം അധ്യായത്തിൽ കണ്ടായിരുന്നു. പുനരുദ്ധാനം ചെയ്ത് ആ ഞായറാഴ്ച ദിവസം തന്നെ വൈകിട്ട് ശിഷ്യന്മാർക്ക് എല്ലാവർക്കും പ്രത്യക്ഷനാവുന്ന കാര്യം ഇതേ യോഹന്നാൻ 20-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 19-ാമത്തെ വാക്യം മുതലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. പിന്നീട് രണ്ടാമത് പ്രത്യക്ഷമാകുന്നത് തോമസിന് വേണ്ടി പ്രത്യേകമായിട്ട് തോമസ് ഇവിടെ കേരളക്കരയിലേക്ക് വന്ന് നമ്മളെയൊക്കെ എൻകറേജ് ചെയ്യാനുണ്ട്. ഇവിടെ വലിയൊരു സുവിശേഷത്തിന് വെളിച്ചം ഈ ഇരുട്ട് നിറഞ്ഞ കേരളക്കരയിൽ വീശാനുണ്ട്. നൂറ്റാണ്ടുകൾക്ക് ശേഷം ഇവിടെയും കുറച്ച് ആൾക്കാരൊക്കെ ഇവിടെ ഇങ്ങനെ വേർതിരിഞ്ഞിട്ട് വരാനുണ്ട്. അപ്പം അതുകൊണ്ട് വെറുതെ വന്നേ തോമസിന് ഒരു ഡൗട്ടൊന്നും ഇല്ലാതെ കാര്യങ്ങളെല്ലാം നന്നായിട്ട് വിശ്വസിക്കാൻ തക്കവണ്ണം തോമസിനായിട്ട് പ്രത്യക്ഷപ്പെടുന്ന കർത്താവിൻ്റെ ആ ഒരു സ്നേഹമൊക്കെ നമ്മൾ അപ്പോൾ യോഹന്നാൻ 20-24 മുതൽ നമ്മൾ കണ്ടായിരുന്നു. തോമസ് കേരളത്തിലേക്ക് വന്നതിൻ്റെ ഇത്രാമത്തെ എന്തോ വാർഷികം എന്നൊക്കെ പറഞ്ഞ് ഏതോ സൗരങ്ങൾ ഈ അടുത്ത് എന്തോ വിളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. AD 52 തോമസ് വന്നു. അത് കഴിഞ്ഞിട്ട് ഇത്രയും വർഷങ്ങളൊക്കെ ആയി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്കറിയാം ആ ഓരോ പ്രാവശ്യം പ്രത്യക്ഷപ്പെടുമ്പോഴും പരിശുദ്ധാത്മാവിനെയൊക്കെ ഊതിയൊക്കെ നൽകിയെങ്കിലും സമാധാനം എന്നൊക്കെ കർത്താവ് അവരോട് പറഞ്ഞു. എങ്കിലും പരിശുദ്ധാത്മാവ് അവരുടെ ഉള്ളങ്ങളിലേക്ക് ചെല്ലുന്ന എപ്പോഴാ? മെൽക്കിസദേക്കിന് ക്രമപ്രകാരമുള്ള മഹാപുരോഹിതൻ തിരശ്ശീലയ്ക്ക് അകത്തേക്ക് അങ്ങ് സ്വർഗോന്നതങ്ങളിലേക്ക് അതിവിശുദ്ധ സ്ഥലത്തേക്ക് പഴയ നിയമത്തിലെ ആണ്ടിലൊരിക്കലാണ് മഹാപുരോഹിതൻ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് കയറി ചെല്ലുന്നത്. അപ്പോൾ ഇവിടെ മെൽക്കിസദേക്കിന് ക്രമപ്രകാരമുള്ള മഹാപുരോഹിതനായ യേശുക്രിസ്തു കർത്താവ് എന്നേക്കുമായിട്ട് സ്വർഗോന്നതങ്ങളിലേക്ക് പിതാവിൻ്റെ സന്നിധിയിലേക്ക് കയറിപ്പോയ ആ രംഗമൊക്കെ നമ്മൾ എബ്രായ ലേഖനത്തിലൊക്കെ വായിക്കുന്നുണ്ട്. അപ്പം കർത്താവ് തേജസ്കരിക്കപ്പെട്ടിട്ടില്ലാത്തത് കൊണ്ട് പരിശുദ്ധാത്മാവിനെ ഇവണ്ണം എന്നുള്ള വാക്ക് അവിടെ ഇംപ്ലൈഡ് ആണ്. യോഹന്നാൻ 7:39 പരിശുദ്ധാത്മാവിനെ നൽകപ്പെട്ടിട്ടില്ലായിരുന്നത് കൊണ്ട് എന്ന് നമ്മൾ അവിടെ ഒരു വാക്ക് വായിക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 7:39 വാക്ക് നമുക്ക് സ്വാഭാവികമായിട്ട് മനസ്സിലാക്കാൻ പ്രയാസമുള്ളൊരു വാക്കാണ്. എന്താണെന്ന് വെച്ചാൽ അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? ഈ പരിശുദ്ധാത്മാവിനെ അതായത് യോഹന്നാൻ 7:39 അവൻ ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുവാനുള്ള ആത്മാവിനെ കുറിച്ചാകുന്നു. ദാഹിക്കുന്ന ഏവനും എൻ്റെ അടുക്കൽ വരുവിൻ, വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും എന്നൊക്കെ യോഹന്നാൻ 7:37-38 വാക്യങ്ങളിൽ പറഞ്ഞിട്ട് 39-ാമത്തെ വാക്യത്തിൽ ഇത് പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് പറഞ്ഞതെന്നുള്ള കാര്യം, വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുവാനുള്ള പരിശുദ്ധാത്മാവിനെ കുറിച്ചാകുന്നു പറഞ്ഞത്. യേശു കർത്താവ് ഇത് അന്ന് പറയുമ്പോൾ തേജസ്കരിക്കപ്പെട്ടിട്ടില്ലാതിയാൽ
ആത്മാവ് വന്നിട്ടില്ലായിരുന്നു. അപ്പം തേജസ്കരിക്കപ്പെടുമ്പോഴാണ് ആത്മാവ് എവ്വണ്ണം വരുന്നത് ഈ ഉള്ളത്തിൽ നിന്ന്. അതിനു മുമ്പ് പരിശുദ്ധാത്മാവ് തീർച്ചയായിട്ടും നമ്മൾ പഴയ നിയമത്തിലെല്ലാം പരിശുദ്ധാത്മാവിന്റെ റെഫറൻസ് നമുക്ക് അറിയാം. പരിശുദ്ധാത്മാവ് ദാവീദിന്റെ മേലെ വന്നതും ശിംശോന്റെ മേലെ വന്നതും ശമൂലിന്റെ മേലെ വന്നതും അങ്ങനെയൊക്കെ പരിശുദ്ധാത്മാവും ആളുകൾക്ക് മേലെ ആളുകളെ അവർക്ക് മേലെ ഹോളി സ്പിരിറ്റ് കെയിം അപ്പോൺ ദം ടു സ്ട്രെങ്തൻ ദം. അവരുടെ ആ ഒരു ദേഹിയും അവരുടെ ശരീരത്തെ എല്ലാം ശക്തിപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി പഴയ നിയമത്തിലുണ്ടായിരുന്നു. എന്നാൽ ആത്മാവ് എന്ന് പറഞ്ഞാൽ അതിപരിശുദ്ധ സ്ഥലത്തിന് തുല്യമാണ്. ആ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് മനുഷ്യന്റെ അതിപരിശുദ്ധ സ്ഥലമായ ആത്മാവിലേക്ക് ദൈവത്തിന് പ്രവേശനമില്ലായിരുന്നു. നമുക്ക് ദൈവത്തിന്റെ അതിപരിശുദ്ധ സ്ഥലമായ സ്വർഗോന്നതങ്ങളിലേക്ക് നമുക്കും പ്രവേശനം ഔവണ്ണം അന്ന് പഴയ നിയമത്തിൽ ഇല്ലായിരുന്നു. പഴയ നിയമത്തിൽ അതിൻ്റെ നിഴല് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ യേശുക്രിസ്തു മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം ആ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് തൻ്റെ തന്നെ രക്തത്താൽ, തൻ്റെ തന്നെ പ്രായശ്ചിത്ത യാഗത്തിന്റെ രക്തത്താൽ കയറി പോകുമ്പോൾ ബാക്കിയുള്ള മഹാപുരോഹിതന്മാരൊക്കെ ആടുകളുടെയും കോലാടുകളുടെയൊക്കെ രക്തം കൊണ്ട് കയറി ചെന്നു എന്നൊക്കെ എബ്രായർ 9-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ കർത്താവ് ആരുടെ രക്തം കൊണ്ടാ പിതാവിന് മുമ്പാകെ പ്രത്യക്ഷപ്പെടുന്നേ? തൻ്റെ തന്നെ രക്തത്താൽ, ക്രൂസിൽ താൻ തന്നെ യാഗമായി തീർന്ന അവസാനത്തുള്ള രക്തവും ചുരിഞ്ഞു. ആ തൻ്റെ തന്നെ രക്തത്താലാണ് കർത്താവ് നമുക്കായിട്ടുള്ള പാപപ്രായശ്ചിത്തം അത് സമ്പൂർണ്ണമായിട്ട് നിവർത്തിച്ച് പിതാവിന് മുമ്പാകെ തേജസ്കരിക്കപ്പെടുന്നു. എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തതിന് ശേഷമാണ്, അങ്ങനെ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തതിന് ശേഷമാണ് കർത്താവ് ആ തിരശ്ശീലയ്ക്ക് അപ്പുറമുള്ള സ്വർഗോന്നതങ്ങളിലേക്ക് കയറി ചെന്നെന്ന് പറയുന്നത് പോലെ മനുഷ്യന്റെ ആത്മാവിലേക്ക് പരിശുദ്ധാത്മാവിന് അല്ലെങ്കിൽ ദൈവത്തിനൊരു പ്രവേശനം എപ്പോഴാണ് ലഭിച്ചതെന്ന് ചോദിച്ചാൽ പെന്തക്കോസ്ത് നാൾ മുതലാണ്. അതുവരെ മനുഷ്യനായിട്ട് ജീവിച്ചിരുന്നവരിൽ യേശുക്രിസ്തു സർവശക്തനായ ദൈവം തന്നെ എന്ന കർത്താവ് മനുഷ്യനായിട്ട് ഭൂമിയിൽ വന്നപ്പം കർത്താവിന്റെ ആത്മാവിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞിരുന്നു. സ്വർഗരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടെന്ന് കർത്താവ് യോഹന്നാൻ 17 ലൂക്കോസ് 17 പറയുന്ന വാക്യമൊക്കെ നമുക്കറിയാം. എന്നാൽ സ്വർഗരാജ്യം മനുഷ്യഹൃദയങ്ങളിലേക്ക്, ബാക്കിയുള്ള മനുഷ്യരിലേക്ക് വരുന്ന എപ്പോഴാന്ന് ചോദിച്ചാൽ പെന്തക്കോസ്ത് നാളിലായിരുന്നു. അപ്പോഴാ ആത്മാവിലേക്ക്, അതുവരെ ദേഹത്തെയും ദേഹിയൊക്കെ ശക്തിപ്പെടുന്ന രീതിയിൽ പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷ ഉണ്ടായിരുന്നു. എന്നാൽ ആ തിരശ്ശീലയും ചിന്തപ്പെട്ട ആത്മാവിന്റെ തലത്തിലേക്ക് പരിശുദ്ധാത്മാവ് പകരപ്പെടുന്നത് പെന്തക്കോസ്ത് നാളിൽ കർത്താവ് തേജസ്കരിക്കപ്പെട്ടതിന് ശേഷമാണെന്നാണ് നമ്മൾ ഈ യോഹന്നാൻ 7:39 നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം അതുകൊണ്ട് എന്താ പറ്റിയെന്ന് ചോദിച്ചാൽ, കർത്താവ് സമാധാനം എന്ന് പറയുമ്പോഴൊക്കെ ഇവർക്കൊരു സമാധാനം ഉണ്ടായിരുന്നു. പക്ഷെ കർത്താവ് പോയി കഴിയുമ്പോഴത്തേക്ക് സമാധാനം ദേഷ്യൂന്നങ്ങ് പോയി. കുറച്ച് കഴിയുമ്പോൾ കർത്താവ് വന്നപ്പോൾ നമുക്ക് നല്ല സമാധാനം ഉണ്ടായിരുന്നു. ഇപ്പം നോക്കുമ്പോൾ പിന്നെ യഹൂദന്മാർ വന്ന് ഞങ്ങളെ ക്രൂശിച്ച് കളയുമോ, യഹൂദന്മാര് ഞങ്ങളെ പിടിച്ചോണ്ട് പോവോ എന്ന് പറഞ്ഞാൽ അവരങ്ങനെ ഭയപ്പെട്ട് ഇരിക്കുമായിരുന്നു. അതിന് ശേഷമാണ് പിന്നീട് ഒരു മാളിക മുറിയിൽ അതുപോലെ ആ 10 ദിവസം അവരതുപോലെ നുറുക്കത്തിൽ ആ ഒരു വലിയ ആത്മാവിൽ, വലിയ ദാരിദ്ര്യത്തിൽ, അവരുടെ ഒരു ആവശ്യബോധത്തിൽ, കർത്താവേ അവിടുന്ന് ഞങ്ങളെ വന്ന് നിറച്ചിട്ടില്ലാതെ അവിടുത്തെ വാഗ്ദത്തം, പരിശുദ്ധാത്മാവിന്റെ വാഗ്ദത്തം നിങ്ങൾക്ക് ലഭിക്കുന്നത് വരെ, നിങ്ങളെ ശക്തി ധരിക്കുന്നത് വരെ യെരൂശലേമിൽ കാത്തിരിക്കുമെന്ന് കർത്താവ് തന്നെ ലൂക്കോസ് 24-49 വാക്യത്തിൽ, 48-49 വാക്യത്തിൽ, 48 49 എന്ന് ഞാൻ പെട്ടെന്ന് ഇപ്പം നോക്കിയിട്ട് പറയാം. നമുക്ക് അതെ ഈ ലൂക്കോസ് 24:40 അവിടെ പരിശുദ്ധാത്മാവിനെ ധരിക്കുവോളം എന്ന് പറയുന്ന ഒരു വാക്യം 24:49 വാക്യം. ലൂക്കോസ് 24:49 നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർക്കുവിൻ. ഏത് നഗരത്തിലാ? യെരൂശലേം നഗരത്തിൽ നിന്നാ കർത്താവ് യെരൂശലേം നഗരത്തിന്റെ കിഴക്കുള്ള ആ ഒലിവുമലയിൽ നിന്നാണ് കർത്താവ് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുന്നത്. അപ്പോൾ ആ നഗരത്തിൽ പാർക്കുവിൻ എന്ന് പറഞ്ഞു. അവരൊക്കെ അങ്ങ് പലരും ഗലീലക്കാരൊക്കെയാണ്. ഈ നമ്മുടെ ശിഷ്യന്മാർ പത്രോസൊക്കെ ബെഥേസ്തയെന്നുള്ളവനായിരുന്നു എന്നൊക്കെ നമ്മൾ യോഹന്നാൻ 1-ാം അധ്യായത്തിലൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ അങ്ങ് വടക്കന്മാരായിരുന്നു. എന്നാൽ ഈ തെക്കുള്ള യെരൂശലേമിൽ പാർക്കുക എന്ന് പറഞ്ഞാൽ വേറൊരു സിറ്റിയിൽ നമുക്കിപ്പോൾ നമ്മളൊക്കെ പറയാ, നമ്മൾ കോഴിക്കോട് ഒരു കോൺഫറൻസിന് പോയിരിക്കട്ടെ, എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ അവിടെ തന്നെ പാർക്കും. ഇത് നമ്മുടെ സ്വന്തം സ്ഥലം, ഇവിടെ നമ്മുടെ പൂച്ചയുണ്ട്, പട്ടിയുണ്ട്, അക്യൂറത്തിൽ മീനിനെ ഫീഡ് ചെയ്യണം, കന്നുകാലികളുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര പ്രയാസമാണ്. പക്ഷെ അതെല്ലാം ഇട്ടിട്ട് അവിടെ തന്നെ അങ്ങ് നമ്മളെ കോൺഫറൻസിന് 2-3 ദിവസം പാർക്കാൻ തന്നെ നമുക്ക് പ്രയാസമല്ലേ. എന്നാൽ അവിടെ അവരതെല്ലാം ഇട്ടിട്ട് അവർ 120ഓളം പേര്, അയ്യോ കർത്താവേ അവിടുന്ന് ഞങ്ങളെ സന്ദർശിച്ചാലേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് അവരവിടെ പാർത്തപ്പോഴത്തേക്കും സ്വർഗത്തിൽ നിന്നുള്ള വലിയ പരിശുദ്ധാത്മാവിന്റെ വലിയ ശക്തിയെല്ലാം വന്ന് ഇറങ്ങുന്ന. അപ്പം ഈ പൂച്ചയും പട്ടിയൊക്കെ കാക്കാനായിട്ട് ആരെങ്കിലും ഒക്കെ അവരുടെ കൂട്ടത്തിൽ നിന്ന് അവിടെ
തിരിച്ച് അവിടെ കാണാൻ ചെന്നായിരുന്നെങ്കിൽ എന്തായിരിക്കും അവർക്ക്, അയ്യോ ഞങ്ങൾക്ക് അന്ന് ആ ഒരു രംഗം മിസ്സായി പോയല്ലോ എന്ന് അവര് പറയേണ്ടി വന്നേലും. ഇപ്പം നമ്മൾ പലപ്പോഴും ഞാൻ വേറെ ഞാനൊരു തമാശ രൂപേണ്ടെങ്കിൽ പറഞ്ഞതാ. ചില എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവം നമുക്ക് തരുന്ന ആ ഒരു ഓരോ ഞങ്ങളുടെ നമ്മുടെ കോൺഫറൻസ് ഇപ്പോൾ ഉടനെ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ആ ഒരു സന്ദർഭത്തിൽ ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചാൽ ആ ഒരു എല്ലാ കാര്യത്തിനൊക്കെ നമുക്കൊരു ഡെഡിക്കേഷൻ, ആ കർത്താവേ അവിടുത്തെ വചനം, അവിടുത്തെ കർത്താവെ മീറ്റിംഗ്സ്, അവിടുത്തെ വേല, ആ കാര്യങ്ങൾക്കൊക്കെ കർത്താവ് പൂർണ്ണ ഹൃദയത്തോടെ എന്തെങ്കിലുമൊക്കെ യുനോ ലോത്തിന്റെ ഭാര്യ അങ്ങനെ തിരിഞ്ഞു നോക്കുന്നവണൊക്കെ എല്ലാം കർത്താവെ എല്ലാം അവിടത്തേക്ക് അവിടുത്തെ രാജ്യത്തിന് വേണ്ടി അങ്ങനെ അങ്ങനെ അത് അവരായിരുന്നതുകൊണ്ട് അവർക്ക് പരിശുദ്ധാത്മാവിന്റെ അധികമായിട്ടുള്ള വലിയ അത്യന്തമായിട്ടുള്ള ശക്തിയൊക്കെ ധരിച്ച് അവര് വലിയ കർത്താവിന്റെ സാക്ഷികളൊക്കെ ആയിത്തീരുന്ന കാര്യമൊക്കെ നമ്മൾ വായിക്കുന്നത്. അപ്പൊ ഞാൻ ഈ പറഞ്ഞു വരുന്നത് വെച്ചാൽ, അപ്പൊ അതിനു മുമ്പ് അവര് പിന്നെയും പിന്നെയും ഭയചകിതരായിരുന്നു. പത്രോസ് ഒക്കെ പിന്നെയും പിന്മാറ്റത്തിലേക്ക് പോയി, ബാക്കിയുള്ളവരെയും കൂടെ പിടിച്ചു വലിച്ചില്ല. പത്രോസ് പോയപ്പോഴത്തേക്കും ബാക്കി 6 പേരും കൂടെ പത്രോസിന്റെ കൂടെ അങ്ങനെ അവര് പിന്നെയും മീൻ പിടിക്കാൻ പോയത് ഒന്നും കിട്ടാതെ വന്നിട്ട് കർത്താവ് തന്നെ അവിടെ വല നിറച്ച രംഗമൊക്കെ നമ്മൾ യോഹന്നാൻ 21 നമ്മളത് ധാരാളം ആഴ്ചകളായിട്ട് ആ കാര്യങ്ങളൊക്കെ കണ്ട്, കർത്താവ് പത്രോസിന് എത്ര ചാൻസ് കൊടുക്കുന്നുണ്ട് ഏറ്റു പറയാന്? 3 ചാൻസ് കൊടുക്കുന്നുണ്ടല്ലേ? പത്രോസ് എത്ര തവണ തള്ളി പറഞ്ഞായിരുന്നു ജോഹാൻ? 3 തവണ തള്ളി പറഞ്ഞായിരുന്നില്ല. അപ്പൊ 3 തവണ തള്ളി പറഞ്ഞപ്പോൾ 3 തവണ കർത്താവിനെ ഏറ്റു പറയാൻ വേണ്ടി പത്രോസിന് ദൈവം ഒരു ചാൻസ് കൊടുക്കുന്നു. അതും ഏത് സാഹചര്യത്തിൽ എങ്ങനെ ഏതൊരു ഇപ്പൊ ഈ സ്റ്റേജൊക്കെ സെറ്റ് ചെയ്യുമ്പം ഓരോരുത്തർ സ്റ്റേജൊക്കെ അതിന്റെ അതേ കോണ്ടെക്സ്റ്റ് ഒക്കെ സെറ്റ് ചെയ്യും. എന്താ അതിന്റെ ആൾക്കാർക്ക് എന്തൊക്കെ പേരൊക്കെ പറയും, തോന്നുന്നു ബാക്ക്ഗ്രൗണ്ട് ഏതാണ്ടൊക്കെ പറയും. എനിക്ക് അതിന്റെ എല്ലാം മറന്നുപോയി. ഇപ്പൊ എന്ന് പറഞ്ഞതുപോലെ അവിടെ അന്നൊരു ചാർക്കോൾ ഫയറിന് മുമ്പിലായിരുന്നു നമ്മള് ചാർക്കോൾ എന്നുള്ള ആ ഒരു വാക്ക് 2 തവണ, അന്ത്രാക്കിയ എന്നുള്ള ആ ഒരു വാക്ക് 2 തവണ ആ പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഒന്ന് യോഹന്നാൻ 18:18 നമ്മൾ കണ്ടായിരുന്നു. എവിടെ യോഹന്നാൻ ഈ കനല് കൂട്ടി തീ കാഞ്ഞുകൊണ്ടിരുന്നു. യോഹന്നാൻ 18:18 ചാർക്കോൾ ഫയർ, അന്ത്രാക്കിയ എന്നുള്ള ഒരു ഗ്രീക്ക് വാക്ക് അവിടെ വയ്ക്കുന്നത്. പിന്നെ അന്ത്രാക്കിയ എന്നുള്ള വാക്ക് പിന്നെ കാണുന്ന എവിടെയാന്ന് ചോദിച്ചാൽ ഈ യോഹന്നാൻ 21:9 വാക്യത്തിൽ അവിടെയും കർത്താവ് ഒരു ചാർക്കോൾ ഫയർ ഒക്കെ കൂട്ടി. അന്ന് മറ്റേതാണെങ്കിൽ പിന്മാറ്റത്തിന്റെ ഒരു കനലായിരുന്നുവെങ്കിൽ, കൽക്കരി ആയിരുന്നെങ്കിൽ, ഇവിടെ കർത്താവ് തൻ്റെ സ്നേഹത്തിന്റെ ആദ്യ സ്നേഹത്തിലേക്ക് തിരിച്ചു വരാനുള്ള ആഹ്വാനത്തിന്റെ കർത്താവിന്റെ സ്നേഹത്തിന്റെ ജ്വാലയാൽ ചുട്ടെടുത്ത അപ്പവുമായിട്ട് കർത്താവ് അപ്പവും മീനും ഒക്കെ ആയിട്ട് തന്തൂരി ഫിഷുമായിട്ടൊക്കെ കർത്താവ് കാത്തിരിക്കുന്ന രംഗമൊക്കെ നമ്മൾ കണ്ടായിരുന്നു. അപ്പം കർത്താവ് ഏത് കൽക്കരിയുടെ മുമ്പിൽ താൻ നിന്ദിച്ചോ, താൻ തൻ്റെ നാഥനെ ഡിനൈ ചെയ്തോ, നിഷേധിച്ചു, അല്ലെങ്കിൽ തള്ളിപ്പറഞ്ഞു, അവിടെ അതുപോലൊരു സാഹചര്യത്തിൽ ശിഷ്യന്മാരുടെ എല്ലാം മുമ്പിൽ വെച്ച് കർത്താവിനെ ഏറ്റുപറയാനായിട്ടുള്ള ഒരു കാര്യങ്ങൾ നൽകുന്നത്. ഓരോ പ്രാവശ്യവും നീ എന്നെ സ്നേഹിക്കുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ, യോഹന്നാൻ 21:15 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ സ്നേഹിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ എന്താ ഓരോ പ്രാവശ്യവും അവനൊരു ദൗത്യം, കൂടുതൽ ഉത്തരവാദിത്തമുള്ള ദൗത്യങ്ങൾ. ആദ്യം കുഞ്ഞാടുകൾക്ക് തീറ്റി കൊടുക്കാനാണ് പറയുന്നത്. ചില ആ ഒരു വിശ്വാസത്തിലേക്ക് പുതുതായിട്ട് വന്ന കുഞ്ഞാടുകൾ, അത് 15-ാമത്തെ ഭാഗത്തിൽ എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക, വിശ്വാസത്തിൽ പുതിയ വന്ന ആ ഒരു ആത്മീയ ശൈശവത്തിലുള്ളവർക്കുള്ള ആത്മീയ ഭക്ഷണം കൊടുക്കുന്നു. പിന്നെ കുറച്ചുകൂടെ അടുത്ത സ്റ്റെപ്പായിട്ട് ആടുകളെ, ആ കുഞ്ഞാടുകളൊക്കെ വളർന്ന് അവർ നല്ല മെച്യൂറായിട്ട് അവർ നല്ല പക്വതയിലെ ശിഷ്യത്വത്തിന്റെ ആ ഒരു ആഴത്തിലുള്ള കാര്യങ്ങളിലേക്കൊക്കെ വരുമ്പോഴും അവരെയും പരിപാലിക്കുന്ന, അവരെ ഷെപ്പേർഡ് ചെയ്യുന്ന ഒരു അതിലേക്ക്, പിന്നെ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും അവരെയും കൂടെ അവർക്കും ആത്മീയ ഘനമായിട്ടുള്ള കട്ടിയാഹാരം, കുഞ്ഞാടുകളുടെ മെനുവും ആടുകളുടെ മെനു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കഴിഞ്ഞ മാസമൊക്കെ നമ്മൾ എബ്രായ ലേഖനം 5-ാം അധ്യായത്തിന് അവസാനം 6-ാം അധ്യായത്തിന് 1-ാമത്തെ വാക്യങ്ങളും ഒക്കെ നമ്മൾ കണ്ടായിരുന്നു. അപ്പം പലതരത്തിലുള്ള മെനു ആ ഒരു നമ്മുടെ സ്വയജീവന്റെ മരണത്തിലൂടെ, നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന്റെ മരണത്തിലൂടെ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മൾ അധികമായിട്ട് പ്രാപിച്ച് കർത്താവിന്റെ സ്വരൂപത്തിലേക്ക് അനുരൂപപ്പെടുന്ന ആ ഒരു കട്ടിയായിട്ടുള്ള ഒരു ആഹാരം, ക്രൂശിന്റെ വചനവും അങ്ങനെയൊക്കെയുള്ള അങ്ങനെയൊക്കെയുള്ള ആത്മീയമായിട്ട് വളരെ മേൽത്തരമായിട്ടുള്ള ഭക്ഷണം കൊടുക്കുവാൻ തന്നെ നീ പ്രാപ്തനാകുന്ന രീതിയിലേക്ക് വരും. അങ്ങനെ ആ ഒരു നമ്മൾ പരിശുദ്ധാത്മാവിന്റെ പ്രേരണയ്ക്ക് നമ്മൾ ഓരോ തവണയും നമ്മൾ കീഴ്പ്പെട്ടുകൊണ്ടിരിക്കുമ്പം അധികം മേൽത്തരമായിട്ടുള്ള കൂടുതൽ ഘനമേറിയ ഉത്തരവാദിത്വം നിങ്ങളുടെ കർത്താവ് നമ്മളെ ഏൽപ്പിക്കും. കർത്താവിൻ്റെ ആ ഒരു കോൺസെൻട്രിക് സർക്കിൾസ് മാതിരി നീ ആദ്യം യെരുസലേമിലെ സാക്ഷിയാകണം, പിന്നെ യഹൂദിയ ആ യെരുസലേം ആയിരിക്കുന്ന ഡിസ്ട്രിക്റ്റിലെ സാക്ഷിയാകണം, പിന്നെ അതിൻ്റെ അപ്പുറത്തുള്ള സമരിയ എന്നുള്ളൊരു ഡിസ്ട്രിക്റ്റ് ഉണ്ട്, അവിടെ സാക്ഷിയാകണം, പിന്നെ ചെന്ന് ഭൂമിയുടെ അറ്റത്തോളം. നമുക്കാണെങ്കിൽ ആദ്യം തന്നെ ചെന്നെങ്കിൽ ഭൂമിയുടെ അറ്റത്തോളം അങ്ങ് സാക്ഷിയാകണം താല്പര്യം. പക്ഷെ ആദ്യം ഒരു കപ്പ് നിറഞ്ഞു കഴിയുമ്പം ആദ്യം അയൽവക്കത്തിലോട്ടല്ല തൂകുന്നത്, ആദ്യം
നമ്മുടെ കോമ്പൗണ്ടിൽ തൂവണം, എന്നാലേ പിന്നെ അയൽവക്കത്തേക്ക് നിറഞ്ഞു കവിഞ്ഞൊഴുകത്തുള്ളൂ എന്ന് പറഞ്ഞ പോലെ അത് നമ്മളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, നമ്മുടെ കുടുംബ ജീവിതത്തിൽ, നമ്മളുടെ കൂട്ട സഹോദരങ്ങൾ, പിന്നെ ദൈവം ആ ഒരു കർത്താവിൻ്റെ ബൗണ്ടറി വിസ്താരമാക്കുന്ന കാര്യങ്ങളും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് കർത്താവ് പത്രോസിനോട് നീ എന്തുകൊണ്ടാണ് എന്നെ തള്ളി പറഞ്ഞേ, നിനക്ക് നീ എന്നാലും അങ്ങനെ ചെയ്തല്ലേ പത്രോസേ, നിനക്ക് വല്ല പത്രാസായിരുന്നല്ലോ എന്നൊന്നും കർത്താവ് അങ്ങനൊന്നും പറയുന്നില്ല. മറിച്ച് എന്താ കർത്താവ് പറയുന്നത്? സ്നേഹിക്കുന്നു എന്നുള്ള കാര്യം ചോദിക്കുന്നുള്ളൂ. അതാണ് കർത്താവിന് അറിയേണ്ടത്. നമ്മൾ എത്ര അധികം വലിയ ബൈബിൾ ജ്ഞാനമുണ്ട്, എത്ര പാരമ്പര്യമുണ്ട് നിനക്ക്, എത്ര കാര്യങ്ങൾ നിനക്ക്, നീ എന്തെല്ലാം ഡിഗ്രി എല്ലാം പാസ്സായി, നിന്റെ ചുറ്റുവട്ടവും കാര്യങ്ങളും ഒക്കെ എനിക്ക് എത്ര, അങ്ങനെയുള്ള വലിയ വലിയ കാര്യങ്ങളൊന്നും കർത്താവ് ചോദിക്കുന്നില്ല. സ്നേഹിക്കുന്നു, ആ ഒരു സ്നേഹം ഉണ്ടെങ്കിൽ, കർത്താവിനോടുള്ള ഒരു സ്നേഹം, ആ ഒരു തീക്ഷ്ണമായിട്ടുള്ള ഒരു സ്നേഹവും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഒക്കെ എല്ലാം വന്നുകൊള്ളും. എന്നെ സ്നേഹിക്കുന്നതിൻ്റെ കൽപ്പനകളെ പ്രമാണിക്കും എന്ന് കർത്താവ് തന്നെ ഇതേ യോഹന്നാൻ 14:15 വാക്യത്തിലും 23 വാക്യത്തിലും പറയുന്ന കാര്യം നമുക്കറിയാം. എന്താ? യോഹന്നാൻ 14:15 23 ഞാൻ ഇതിലേക്ക് പോകുന്നില്ല. എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കും, എൻ്റെ വചനം പ്രമാണിക്കുമെന്ന് കർത്താവ് അവിടെ 15 വാക്യം, യോഹന്നാൻ 14:15, 23 വാക്യങ്ങളിലൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അപ്പം സ്നേഹിക്കുവാണെങ്കിൽ, കർത്താവിനെ സ്നേഹിക്കുവാണെങ്കിൽ നമ്മൾ നമ്മളുടെ കൂട്ടുകാരെയും സ്നേഹിക്കും, ബാക്കിയുള്ള ശിഷ്യന്മാരെയും കർത്താവ് സ്നേഹിച്ചതുപോലെ സ്നേഹിക്കും, ബാക്കിയുള്ളവരെ ശത്രുക്കളെവരെയും സ്നേഹിക്കും, കർത്താവിൻ്റെ എല്ലാ കൽപ്പനകളും നമുക്ക് അനുസരിക്കാൻ ഒക്കും. അപ്പം പിന്നെ നമ്മൾ സ്വാഭാവികമായിട്ടും വചനം വായിച്ചോ വചനം പടി ബൈബിള് വായിച്ചോ, ബൈബിള് നോക്കിയോ, അത് നോട്ട് എഴുതിയെടുത്തോ, നോട്ട്ബുക്ക് കൊണ്ടുവന്നോ എന്നൊന്നും ചോദിക്കേണ്ട കാര്യമില്ല. കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം പിന്നെ ബാക്കി ആ കർത്താവിനോടുള്ള സ്നേഹം ഉണ്ടെങ്കിൽ എല്ലാം വന്നോളും. അതായത് അതിൻ്റെ ഒരു സെൻട്രൽ പീസ്, അതിൻ്റെ ഒരു കീ, അതിൻ്റെ അത് ഒരു ഇൻപ്ലേസ് ആയി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയെല്ലാം അതിൻ്റെതായ സ്ഥാനത്തേക്ക് ബാക്കി എല്ലാ കാര്യങ്ങളും വന്നോളും എന്നുള്ളൊരു കാര്യമാണ് നമ്മളവിടെ വായിക്കുന്നത്. അപ്പം നമ്മുടെ ഹൃദയത്തിൽ കർത്താവ് ഇന്ന് ഈ സായങ്കാലം വീണ്ടും വീണ്ടും കർത്താവ് നമ്മളോട് ചോദിക്കുന്നത് എന്താ? എൻ്റെ മോനെ, എൻ്റെ മോളെ, നീ എന്നെ എല്ലാത്തിലുപരിയായിട്ട് നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? നിനക്ക് നിന്റെ പേരും പദവിയും ബാക്കിയുള്ള നിന്നെക്കുറിച്ച് എന്ത് പറയുന്നു എന്നുള്ള കാര്യവും, അല്ലെങ്കിൽ നിന്റെ ശുശ്രൂഷയോ, അല്ലെങ്കിൽ നിന്റെ വസ്തുവകകളോ, അല്ലെങ്കിൽ നിന്റെ ബന്ധുമിത്ര, എന്തെങ്കിലുമൊക്കെ നിന്റെ വേറെ ഏതെങ്കിലും വലിയ വലിയ കാര്യങ്ങളൊക്കെ ആണോ നിനക്ക് പ്രിയമായിട്ടുള്ളത്? അത് നീ ഇതൊന്നും ഇല്ലേലും എന്നെ സ്നേഹിക്കുന്നു, നീ നിന്റെ ഇസഹാക്കിനെ എനിക്കായിട്ട് യാഗം കഴിക്കുമോ, നീ എല്ലാത്തിലുപരി എന്നെ സ്നേഹിക്കുന്നു എന്ന് എബ്രാഹിമിനോട് ചോദിച്ചതുപോലെ, അതാ കർത്താവ് അന്ന് ഉൽപ്പത്തിയിൽ എബ്രാഹിമിനോട് ചോദിച്ച അതേ കർത്താവ് ഇവിടെ പത്രോസിനോട് ചോദിക്കുന്നത്, എല്ലാത്തിലുപരിയായിട്ട് നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ബാക്കി എല്ലാത്തിലുപരിയായിട്ട് നമ്മുടെ ആ ഒരു സ്വയജീവൻ, സ്വന്തം ഇഷ്ടം, കർത്താവിൻ്റെ ഇഷ്ടത്തിന് വിരുദ്ധമായിട്ടുള്ള നമ്മളിലുള്ള ഒരു സ്വയജീവനാണ് നമുക്ക് ഏറ്റവും എനിക്ക് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ആരെയാണ്? എനിക്ക് എന്നെയാണ് ഏറെ ഇഷ്ടം. അത് കഴിഞ്ഞാലോ, അത് കഴിയുന്നതേ ഇല്ലല്ലോ എന്ന് കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞെന്ന് പറയുന്നത് പോലെ നമുക്ക് ആ ഒരു സ്വയത്തിനോടുള്ള സ്നേഹം അങ്ങ് കഴിയത്തില്ല. അതെപ്പോഴും ഈ ഉള്ളി വിളിച്ച് വരുമ്പോൾ പിന്നെയും പിന്നെ പല പല ലേയേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞതുപോലെ നമ്മളുടെ ആ ഒരു സ്വയം, നമ്മുടെ ആ ഒരു സ്വയബലം അതിങ്ങനെ ഉണ്ട്. എന്നാൽ അത് കർത്താവ് തരുന്ന വെളിച്ചത്തോളം അത് അവിടെ വട്ടപൂജ്യമായിട്ട്, സീറോ ആയിട്ട് നമ്മൾ തന്നെ എപ്പോഴും താഴ്ത്തി ഏൽപ്പിച്ചുകൊണ്ടേ ഇരിക്കാനും കർത്താവ് കൂടുതൽ വെളിച്ചം തരുമ്പം അവിടെയും നമ്മളതിനെ കഴുകി, കർത്താവേ ഞാനല്ല, അവിടുന്നാണ് ജീവിക്കേണ്ടത്, അവിടുന്നാണ് വെളിപ്പെടേണ്ടത്. അപ്പം അങ്ങനെ അതാ കർത്താവ് ആഗ്രഹിക്കുന്നത്. അപ്പം എല്ലാത്തിലും ഉപരിയായിട്ട് കർത്താവിനുള്ളൊരു സ്നേഹം അതുണ്ടെങ്കിൽ ബാക്കിയെല്ലാം വന്നോളും. ബാക്കി എല്ലാത്തിലും ഉപരി, നമ്മളെക്കാട്ടിലുപരി, അതാ ശിഷ്യത്വത്തിൻ്റെ ക്രൈറ്റീരിയ പറയുമ്പോൾ കർത്താവ് വേറൊന്നുമല്ല പറയുന്നത്. നീ നിന്റെ ബന്ധങ്ങളെക്കാട്ടിലുപരി എന്നെ സ്നേഹിക്കുന്നു എന്നാണ് ആദ്യത്തെ ക്രൈറ്റീരിയ. ആദ്യത്തെ ശിഷ്യത്വത്തിലേക്കുള്ള 3 പടികൾ നമ്മളെല്ലാവരും എപ്പോഴും പറയും അല്ലേ? ലൂക്കോസ് 14:26, 27, 33 വാക്യങ്ങളാണ് ശിഷ്യത്വത്തിലേക്കുള്ള 3 പടികൾ. ലൂക്കോസ് 14:27 എന്താ, 26 എന്താ നമ്മൾ വായിക്കുന്നത്? നമ്മളുടെ അപ്പനെക്കാട്ടിൽ, അമ്മയെക്കാട്ടിൽ എല്ലാം ഉപരി, ഭാര്യയെക്കാട്ടിൽ, ഭർത്താവിനെക്കാട്ടിൽ, മക്കളെക്കാട്ടിൽ, കൊച്ചുമക്കളെക്കാട്ടിൽ, നമ്മളുടെ സുഹൃത്തുക്കളെല്ലാം ബന്ധുക്കൾ, അവിടെ കൊച്ചുമക്കളും സുഹൃത്തുക്കളൊക്കെ ഞാനങ്ങ് ആഡ് ചെയ്തത് എന്ന് വെച്ചാൽ ഇതെല്ലാം എന്തെല്ലാം ബന്ധങ്ങൾ, എന്തെല്ലാം റിലേഷൻഷിപ്സ് ഉണ്ടോ, ആ വ്യക്തിബന്ധങ്ങൾ, അതിനെക്കാട്ടിലും എല്ലാ വ്യക്തികളെക്കാട്ടിലും, ഈ ഭൂമിയിലുള്ള എല്ലാ വ്യക്തികളെക്കാട്ടിലും ഉപരി നമ്മൾ കർത്താവിനെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ് ആദ്യത്തെ ശിഷ്യത്വത്തിലെ ആദ്യത്തെ പടി. ബാക്കി എല്ലാത്തിലുപരി കർത്താവെ, എല്ലാത്തിലുപരി ഞാൻ അങ്ങേ സ്നേഹിക്കാനായിട്ട് എന്നതിനെ ഏൽപ്പിച്ചു തരുന്നു. പിന്നെ 33 വാക്യം ലൂക്കോസ് 17:33 എന്താ വായിക്കുന്നത്? 14 ലൂക്കോസ് 14:33 നീ അതെ അതെ തനിക്കുള്ളതൊക്കെയും പൊസഷൻസ്, നിന്റെ വസ്തുവകകൾ, നിനക്കുള്ളതൊക്കെയും അതെല്ലാത്തിനേക്കാട്ടിൽ ഉപരിയായിട്ട് കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടോ? അപ്പം ബന്ധങ്ങൾ, റിലേഷൻഷിപ്സ്, പൊസഷൻസ് അതിനേക്കാട്ടിൽ ഉപരിയാണെങ്കിൽ ശിഷ്യനായിരിക്കാൻ കഴിയുള്ളൂ ആ റിലേഷൻഷിപ്പ്. പിന്നെ ഏറ്റവും പ്രയാസമുള്ള കാര്യമാണ് ആ 27 വാക്യത്തിൽ എന്താ? എൻ്റെ ക്രൂസ് എടുത്ത്
അനുഗമിച്ചില്ലെങ്കിൽ എൻ്റെ ക്രൂശ് എടുത്തെന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു സൂചന അതിൻ്റെ പതി അതെ, അതിൻ്റെ ആ ലൂക്കോസ് 14 നമുക്ക് എല്ലാവർക്കും അറിയാവുന്നുള്ളൊരു വിശ്വാസത്തിൽ ഞാൻ ആ വാക്യങ്ങളങ്ങ് എടുത്തില്ലെന്നേ ഉള്ളൂ. നമുക്ക് അറിയാം ലൂക്കോസ് 14:26 നോക്കുവാണെങ്കിൽ അവിടെ 26 തന്നെ ഒരു സൂചന കർത്താവ് തരുന്നുണ്ട്. സഹോദരികളെയും സ്വന്തം ജീവനെയും കൂടെ. അതെ അതെ, അപ്പൊ ആ സ്വന്തം ജീവനെയും കൂടെ എന്നുള്ളത്, ആ സ്വന്തം ജീവനെയും കൂടെ എന്നുള്ളത് കർത്താവ് 27-ാമത്തെ വാക്യത്തിൽ ആ ക്രൂശ് എടുത്ത് സ്വന്തം ജീവനെ മരിപ്പിക്കുന്നതാണ് ക്രൂശ് എടുക്കുക. സ്വന്തം ഇഷ്ടം കർത്താവേ, ഓരോ കാര്യത്തിലുള്ള എൻ്റെ ദൈവത്തിന് വിരുദ്ധമായിട്ടുള്ള എന്നിൽ എന്തെങ്കിലും ഉള്ളൊരു ഇഷ്ടം ഉണ്ടെങ്കിൽ കർത്താവേ, അതങ്ങ് കർത്താവെ ഞാൻ അങ്ങ് താഴ്ത്തി ഏൽപ്പിക്കുന്നു. എന്നെ തന്നെ എപ്പോഴും ഒരു ജീവനുള്ള യാഗമായിട്ട്, ഒരു പൂജ്യമായിട്ട്, ഒരു സീറോ ആയിട്ട് എന്നെ തന്നെ സമർപ്പിക്കുന്നു. അപ്പൊ അതാ ഏറ്റവും ആഴത്തിലുള്ള ശിഷ്യത്വത്തിലേക്കുള്ള ഒരു പടി, ആഴത്തിലുള്ള അല്ലെങ്കിൽ ഏറ്റവും മേലെയുള്ള ഒരു പടി. അപ്പം അതെല്ലാം കഴിഞ്ഞ് അങ്ങനെ നീ എല്ലാത്തിലും ഉപരിയായിട്ട് എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിനക്ക് എൻ്റെ ശുശ്രൂഷ ചെയ്യാം. സ്നേഹം ജീവനായിട്ട് നിറഞ്ഞു കവിഞ്ഞ് ഒഴുകുന്നതാണ് ശുശ്രൂഷ. മിനിസ്ട്രി ഈസ് എൻ ഓവർഫ്ലോ ഓഫ് ലൈഫ് എന്ന സാഗ്ബേർ നമ്മൾ കേട്ടിട്ടുണ്ട്. അതായത് ജീവന്റെ കവിഞ്ഞൊഴുക്കാണ് പരിശുദ്ധാത്മാവിന്റെ ജീവൻ, കർത്താവിനുള്ള ഒരു സ്നേഹത്തിന്റെ ആ ഒരു ജീവൻ, പരിശുദ്ധാത്മ നമുക്ക് തരുന്ന ആ സ്നേഹത്തിന്റെ ജീവൻ നമ്മളിൽ നിന്ന് നിറഞ്ഞു കവിഞ്ഞ് ഒഴുകുന്നതാണ് ശുശ്രൂഷ. അല്ലാതെ ബാക്കി എല്ലായിടത്തും വലിയ വലിയ കാര്യങ്ങളെല്ലാം നമ്മൾ പറയുന്നു, പക്ഷെ നമ്മളുടെ ഹൃദയത്തിൽ കർത്താവിനോടും സ്നേഹമില്ല, കൂടെയുള്ളവരോട് സ്നേഹമില്ല, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഈ ശുശ്രൂഷ എന്നൊക്കെ പറയുന്നതൊക്കെ പല കാര്യങ്ങളും നീ എൻ്റെ പേരിൽ ചെയ്തു, പക്ഷെ നിന്നെ ഞാൻ ഒരു നാളും അറിഞ്ഞിട്ടില്ല എന്ന് കർത്താവ് പലരോടും പറയുന്ന രംഗമൊക്കെ മത്തായി 7:22-23 വാക്യങ്ങളിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു അങ്ങനെയൊക്കെയുള്ള ഒരു ശുശ്രൂഷകളും ഇന്ന് പലയിടങ്ങളിലും ഉണ്ട്. എന്നാൽ അങ്ങനെയുള്ളതാണോ, മറിച്ച് നമ്മുടെ ശുശ്രൂഷ കർത്താവിനോടുള്ള സ്നേഹത്തിൽ, കർത്താവേ ഞാൻ ആരോടെങ്കിലും സുവിശേഷം പറയുവാണെങ്കിലോ, ആരോടെങ്കിലും ഒരു വചനം പറഞ്ഞ് ഉത്സാഹിപ്പിക്കുവാണെങ്കിലും, ഒരു സാക്ഷ്യം പറയുവാണെങ്കിലും, ഒരു പാട്ട് പാടുവാണെങ്കിലും, ഒരു പ്രാർത്ഥിക്കുവാണെങ്കിലും, ഞാൻ എന്ത് ചെയ്യുവാണെങ്കിലും കർത്താവേ, അത് എൻ്റെ ശുശ്രൂഷ എല്ലാം അവിടുത്തെ സ്നേഹത്തിൽ കർത്താവേ, ആ ജീവൻ നിറഞ്ഞു കവിഞ്ഞ് ഒഴുകുന്ന ശുശ്രൂഷയായിരിക്കണം. അതാ എല്ലാത്തിലും ഉപരിയുള്ള സ്നേഹം. അത് കഴിഞ്ഞിട്ട് അതിന് തൊട്ടടുത്ത വാക്യം 17, അപ്പം അങ്ങനെ 16, 17, 18 അതിൽ നമ്മൾ ആ ഗ്രീക്ക് വാക്കുകളൊക്കെ കണ്ടു. സ്നേഹിക്കുമോ എന്ന് അഗപ്പേ സ്നേഹം, അഗപ്പേ സ്നേഹം ഉണ്ടോ എന്ന് കർത്താവ് ചോദിക്കുമ്പം എന്താ പത്രോസ് എന്താ പറയുന്നത്? ഫിലിയോ, എനിക്ക് പ്രിയമുണ്ട്, അത്രയൊന്നും നിന്റെ അത്രയൊന്നും എനിക്ക് പറയുന്ന അത്രയൊന്നും എനിക്ക് ഇല്ല കർത്താവേ. എന്നാൽ കർത്താവ് പ്രിയമെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ആദ്യം അകപ്പാവേ ഉണ്ടോയെന്ന് ചോദിച്ചു, സ്നേഹം ഉണ്ടോ എന്ന് ചോദിച്ചു. പിന്നെ കർത്താവ് അറ്റ്ലീസ്റ്റ് നിനക്ക് എന്നോട് പ്രിയമെങ്കിലും ഉണ്ടോ എന്നാ അതിന്റെ 17-ാമത്തെ വാക്യത്തിൽ എന്നോട് പ്രിയമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നിന്റെ ലെവലിലേക്ക് ഞാൻ അങ്ങ് ഇറങ്ങി വരുമോ, നിനക്ക് പ്രിയമെങ്കിലും ഉണ്ടോ യഥാർത്ഥത്തിൽ ചോദിക്കുമ്പോൾ, അയ്യോ കർത്താവേ അത് എനിക്കറിയത്തില്ല, അവിടത്തേക്കേ അറിയത്തുള്ളൂ. യഹെസ്കേല് 37-ാം അധ്യായത്തില് ഈ ചത്ത അസ്ഥികൾ ജീവിക്കുമെന്ന് കഴിയുമ്പം, അയ്യോ എനിക്കറിയത്തില്ല കർത്താവേ, അങ്ങേക്കേ അറിയത്തുള്ളൂ. നമ്മുടെ ജീവിതത്തിലും നമ്മളുടെ ഒരു സ്വയജീവന്റെ ഒരു തകർച്ചയിൽ വരുമ്പം പല കാര്യങ്ങളും നീ എനിക്ക് വേണ്ടി നിൽക്കുവോ, നീ അത് ചെയ്യൂ ഇത് ചെയ്യുമോ കർത്താവേ, എനിക്കറിയത്തില്ല കർത്താവേ, അവിടുന്ന് തന്നെ എന്നെ സഹായിക്കാതെ അല്ലാതെ എന്നെ കൊണ്ട് പറ്റത്തില്ല. അല്ലാതെ പണ്ടത്തെ പത്രോസ് ആയിരുന്നെങ്കിൽ എന്നോടാണ് ചോദിക്കുന്നത്, ഞാൻ നിൽക്കുന്നത് നിനക്ക് അറിയത്തില്ലേ എന്ന് പറഞ്ഞ് പത്രോസ് വേണമെങ്കിൽ കർത്താവിനോട് തട്ടിക്കറിയാലും. പക്ഷെ ഇപ്പോഴത്തെ പത്രോസ് എല്ലാം തോറ്റു തുന്നമ്പാടി വളരെ വളരെ നുറുക്കത്തോടെ കർത്താവെ നീ എല്ലാം അറിയുന്നു എന്ന് പറയുന്ന ഒരു പത്രോസിനെ അതിന്റെ 17-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ച്. അത് കഴിഞ്ഞിട്ട് പിന്നെന്താ കർത്താവ് പറഞ്ഞത്? അമീൻ അമീൻ, വീണ്ടും വീണ്ടും കർത്താവിന്റെ സംസാരത്തിൽ അമീൻ അമീൻ, ട്രൂലി വേരിലി, സത്യമായിട്ട് പറയുന്നു എന്നുള്ള ആ വാക്യങ്ങൾ വളരെ ചുരുക്കം വാക്യങ്ങളെ കർത്താവ് അങ്ങനെ പറയത്തുള്ളൂ. കർത്താവ് പറയുന്ന വാക്യങ്ങളെല്ലാം സത്യമാണ്, കർത്താവ് തന്നെ സത്യമാണ്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണെന്ന് പറഞ്ഞ കർത്താവ് സത്യമായിട്ടെന്ന് പറയുമ്പോൾ അതുപോലെ കർത്താവ് വളരെ ഹൈലൈറ്റർ വെച്ച് അണ്ടർലൈൻ ചെയ്ത് കുറച്ചുകൂടെ അണ്ടർലൈൻ ചെയ്ത് പറയുമോ. എന്താ പറയുന്നതെന്ന് ചോദിച്ചാൽ, അമീൻ ഞാൻ നിന്നോട് പറയുമോ പത്രോസേ, നീ യൗവനക്കാരനായിരുന്നപ്പോൾ നീ തന്നെ അരകെട്ടി ഇഷ്ടമുള്ളിടത്ത് നടന്നു. നമ്മൾ ആത്മീയമായിട്ടുള്ള ഒരു ശൈശവത്തിലും യൗവനത്തിലും ഒക്കെ നമ്മളുടേതായ ഇഷ്ടപ്രകാരമൊക്കെ നമ്മളങ്ങ് നടക്കുന്നു. നമ്മൾ കർത്താവിൻ്റെ പേരൊക്കെ പറഞ്ഞ് ആ കർത്താവിൻ്റെ പേരിലാണ് ഞാൻ അത് ചെയ്യുന്നത് മറിച്ചത് ചെയ്യുന്നത്. എന്നാൽ നീ നിന്റെ ഇഷ്ടമുള്ളിടത്തൊക്കെ അരകെട്ടി നീ തന്നെ അങ്ങ് അരകെട്ടി അങ്ങ് പുറപ്പെടും. എന്നാൽ നീ വയസ്സനായ ശേഷമോ നീ ആത്മീയമായിട്ട് കുറച്ചുകൂടി ഒരു പക്വതയിലേക്ക് നീ ഒരു നിരസ്വയത്തിൽ ബലഹീനനാകുമ്പോൾ അപ്പോൾ നീ എന്താ ചെയ്യുന്നത്? നീ കൈ നീട്ടി കർത്താവേ എൻ്റെ ഇഷ്ടമൊന്നും വേണ്ട, അവിടുത്തെ ഇഷ്ടം മതി, മറ്റൊരുത്തൻ നിന്റെ അരകെട്ടി, പരിശുദ്ധാത്മാവ് തന്നെ, കർത്താവ് തന്നെ പരിശുദ്ധാത്മാവിനാൽ നിന്റെ അരകെട്ടി സത്യമെന്ന് അരക്കച്ച കിട്ടുന്നതിനെ കുറിച്ച് നമ്മൾ എഫേസ്യർ 6-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. ആ ഒരു ഗേർഡിങ് ലോയിൻസ് വിത്ത് ട്രൂത്ത്, ആ ഒരു കർത്താവ് തന്നെയാണ് നമുക്ക് എല്ലാത്തിലും ഉള്ള ഒരു അരക്കച്ച കിട്ടി, എല്ലാത്തിലും ഓരോ കാര്യം തീരുമാനം എടുക്കുവാനും ഒക്കെ ഓരോ കാര്യത്തിലും കർത്താവെ ഞാനായിട്ടങ്ങ് എവിടെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യാനല്ല, മറിച്ച് കർത്താവെ അവിടുന്ന് തന്നെ എൻ്റെ അരകെട്ടണം. എനിക്ക് ഞാനങ്ങ് കൈ നീട്ടുമോ കർത്താവെ, ഇങ്ങോട്ടാ നയിക്കുന്നേ എന്ന് വെച്ചാൽ അതിനനുസരിച്ച് അങ്ങ് അവിടുത്തെ സ്വാതന്ത്ര്യം, അവിടുത്തെ ആത്മാവിൻ്റെ സ്വാതന്ത്ര്യം അനുസരിച്ച് ഞാൻ മുമ്പോട്ട്
ഓരോ തീരുമാനങ്ങൾ, ചിലയിടത്ത് ചില കാര്യങ്ങൾ ചെയ്യണോ വേണ്ടയോ, ചിലരോട് ചില കാര്യങ്ങൾ പറയണോ, എന്ത് ചെയ്യണം, ശുശ്രൂഷയുള്ള ബന്ധത്തിൽ, നമ്മുടെ ജീവിതത്തിൽ ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നതിനുള്ള ബന്ധത്തിലുമൊക്കെ കർത്താവെ എങ്ങനെ വേണം പോകണം, ഇപ്പോൾ ഈ കാര്യങ്ങൾ ഇത് വാങ്ങണോ, അതോ ഇത്രയും പൈസ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യണോ, അല്ലെങ്കിൽ ചിലർ ഇത് സഹായം ചോദിക്കുന്നവരോട് അത് ചെയ്യണോ, അത് അവർക്ക് ഇങ്ങനെ കൊടുക്കണോ, അങ്ങനെ ഓരോ കാര്യത്തിലും കർത്താവെ ഞാനായിട്ട് അരകെട്ടി എന്തൊക്കെയോ പല കാര്യങ്ങളൊക്കെ ചെന്ന് ചാടി കുളമായി. കർത്താവെ ഇനിയിപ്പം അവിടുന്ന് തന്നെ അരകെട്ടി ഞാനങ്ങ് കൈനീട്ടി തരുക, അവിടുന്ന് തന്നെ അരകെട്ടി എന്നെ നയിച്ചു വേണം. അതാ പറയുന്നത് അതിൻ്റെ ആ 18ാമത്തെ വാക്യത്തിൽ, വയസ്സനായ ശേഷമോ നീ കൈ നീട്ടുകയും മറ്റൊരുത്തൻ, നമ്മളിങ്ങനെ കൈയൊക്കെ കെട്ടിപ്പിടിച്ച് ഇറുകി പിടിച്ചുകൊണ്ടിരുന്ന കർത്താവിന് അരകെട്ടാനൊക്കത്തില്ല, കൈ നീട്ടി കൊടുക്കണം. മറ്റൊരുത്തൻ നിന്റെ അരകെട്ടി നിനക്ക് ഇഷ്ടമില്ലാത്ത, നിനക്ക് സ്വാഭാവികമായിട്ടും ഇഷ്ടമില്ലാത്ത ഇടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യും. പത്രോസിന് അക്ഷരികമായിട്ട് പറഞ്ഞാൽ തന്നെ ക്രൂശായിരുന്നു ഏറ്റവും വെറുത്ത ഒരു കാര്യം. ഇങ്ങനെ ക്രൂശിലേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും കർത്താവിനെ വരെ വിളിച്ച് ശാസിച്ചു, മാറ്റി ശാസിച്ചു, നിനക്കൊന്നും ഭവിക്കരുത്, മത്തായി 16 അധ്യായത്തിൽ. അത് കഴിഞ്ഞിട്ട് പിന്നെയും ഇതേ കർത്താവിനെ ഡിനൈ ചെയ്യാനുണ്ടായ കാരണം എന്താ? താന് കർത്താവിന്റെ കൂടെ ഉള്ള ആളാന്ന് വേലക്കാരത്തി പെങ്കൊച്ച ചോദിച്ചത്. പക്ഷെ വേലക്കാരത്തി പെങ്കൊച്ച അവരോട് എന്ന് പറഞ്ഞു കൊടുത്ത് അവസാനം കർത്താവിന്റെ കൂടെ ഞാനും അപ്പുറം ഇപ്പുറം ഒക്കെ നിന്ന് ക്രൂശിക്കപ്പെടുമ്പോൾ ഞാനും കൂടെ അവിടെ ക്രൂശിക്കപ്പെടേണ്ടി വരും, അതുകൊണ്ട് കർത്താവിനെ അറിയത്തില്ലെന്ന് പറഞ്ഞ സൗകര്യമായല്ലോ എന്ന് പറഞ്ഞ പത്രോസ് ഡിനൈ ചെയ്യാനുള്ള കാരണവും ഈ ക്രൂശിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയായിരുന്നു. എന്നാൽ അവന് സ്വാഭാവികമായിട്ടുള്ള ആ ഒരു ഇഷ്ടമൊക്കെ അങ്ങ് മാറി. കർത്താവെ എൻ്റെ സ്വന്തം ഇഷ്ടമല്ല, അവിടുത്തെ ഇഷ്ടം ക്രൂശാണെങ്കിൽ, പത്രോസിന്റെ ഡെത്ത്, പത്രോസ് AD 64-68 കാലഘട്ടത്തിൽ നീറോ ചക്രവർത്തി, റോമൻ ചക്രവർത്തി ആയിട്ടുള്ള നീറോ, ഏറ്റവും ക്രൂരനായിട്ടുള്ള നീറോ ചക്രവർത്തിയുടെ ആ കാലഘട്ടത്തിലാണ് പൗലോസ് അപ്പോസ്തലനും പത്രോസും എല്ലാം രക്തസാക്ഷിത്വം വഹിക്കുന്നത്. അപ്പം നീറോ ചക്രവർത്തിയുടെ ആ ഒരു രാജഭരണത്തിൽ എംപറർ ആയിരുന്ന അവന് തലവനായിരുന്ന സമയത്ത് ആണ് AD 64. AD 64 എന്ന് പറയുമ്പം ഇത് കർത്താവ് AD 30 പറയുക, കർത്താവ് ഉയർത്തെഴുന്നേൽക്കുന്ന AD 30, പിന്നെ ഒരു 34 വർഷത്തിന് ശേഷം ഇത് അക്ഷരികമായിട്ട് ഫുൾഫിൽഡ് ആയി. എന്നാൽ പത്രോസിന്റെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിലും എല്ലാം ആത്മീയമായിട്ട് ഫുൾഫിൽഡ് ആകേണ്ട ഒരു കാര്യമാണ്. എന്താ? ക്രൂശ് എന്ന് പറഞ്ഞാൽ അക്ഷരികമായിട്ടുള്ളൊരു ക്രൂശിൽ പത്രോസ് ക്രൂശിക്കപ്പെട്ടു. അപ്പൊ അവര് പത്രോസിനെ നിന്റെ നാഥൻ നിന്റെ വലിയ പ്രഭു, നിന്റെ വലിയ ഉടയവൻ ക്രൂശിക്കപ്പെട്ട ഈ ക്രൂശിലോട്ട് നീ അങ്ങ് കയറിക്കോ എന്ന് പറയുമ്പോൾ പത്രോസ് എന്ത് പറഞ്ഞു? അയ്യോ, എനിക്ക് എൻ്റെ നാഥൻ ക്രൂശിക്കപ്പെട്ടതുപോലെ ക്രൂശിക്കപ്പെടുത്താനുള്ള യോഗ്യത എനിക്കില്ല, അതുകൊണ്ട് എന്നെ അങ്ങ് തലകീഴായിട്ട് ക്രൂശിച്ചു, ഞാൻ അവിടുത്തെ ആ പാതാരബന്ധങ്ങളിൽ കർത്താവിൻ്റെ പാദങ്ങളിൽ മുത്തിക്കൊണ്ട് ഞാൻ മരിച്ചോളാം എന്ന് പറഞ്ഞ് ആ ഏതൊരു ക്രൂശിനെ അവോയ്ഡ് ചെയ്യാൻ, ബൈപ്പാസ് ചെയ്യാനായിട്ട് അവർ നോക്കിയോ, അതേ ക്രൂശിനെ തന്നെ ആലിംഗനം ചെയ്യുവാനായിട്ട് തൻ്റെ കൈകളെ നീട്ടിക്കൊടുക്കുന്ന ആ ഒരു പത്രോസിന്റെ ആ ഒരു ആത്മീയ പക്വതയാണ് നമ്മളവിടെ കാണുന്നത്. അപ്പം നമ്മളുടെ ജീവിതത്തിലും ആ ഒരു കാര്യം നമ്മൾ യൗവനക്കാരൻ എന്താ ഇഷ്ടമുള്ളിടത്തൊക്കെ എന്ന് പറഞ്ഞപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ യെഹെസ്കേൽ 47 അധ്യായം, നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ചയും ബുധനാഴ്ചയൊക്കെ യെഹെസ്കേൽ 47 അധ്യായത്തിലെ ജീവജല നദിയുടെ കാര്യങ്ങൾ നമ്മൾ കണ്ടായിരുന്നു. അതെ. അപ്പം നരിയാണയോളം, മുട്ടോളം, അരയോളം, പിന്നെ നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത. അപ്പം അവിടെ നമ്മൾ അവിടെ 3 തലമാണ്: പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം. പ്രാകാരം എന്ന് പറയുമ്പം നരിയാണയോളം വെള്ളമാണെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇഷ്ടമുള്ളിടത്തോട്ടൊക്കെ നടക്കാം. അതാ യൗവനക്കാരൻ അപ്പം നിനക്ക് ഇഷ്ടമുള്ളിടത്തോട്ടൊക്കെ പോകായിരുന്നു. ശരിയാണ്, പരിശുദ്ധാത്മ കൃപയിലാണോ നിൽക്കുന്നത്? ഞാൻ നിൽക്കുന്ന ഈ കൃപയിൽ നിന്ന് നമ്മൾ റോമർ 5:1 വായിക്കുന്നു, 1-2 വാക്യങ്ങളിൽ വായിക്കുന്നു. കൃപയിലാണ് നിൽക്കുന്നത്. അത് കൃപയിലാണ് നിൽക്കുന്ന കർത്താവിനെ നീതീകരിച്ചു. പക്ഷേ പോകുന്നതൊക്കെ നമ്മുടെ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. അപ്പം അവർ നരിയാണിയോളം വെള്ളമുള്ളൂ, അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തത്തിക്കളിച്ചൊക്കെ അങ്ങ് പോകുന്നത്. പക്ഷെ കുറച്ചുകൂടെ നമ്മുടെ പരിശുദ്ധാത്മാവിൻ്റെ, നമ്മളിവിടെ ആ യെഹെസ്കേൽ 47 അധ്യായത്തിലേക്ക് പോകുമ്പം 1000 മുഴം അളന്നു എന്ന് പറഞ്ഞ് നമ്മൾ കാണുന്നുണ്ട്. ഈ 1000 മുഴം എന്ന് പറയുമ്പോൾ 1000 മുഴം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 500 മീറ്റർ എന്ന് പറയാം. എക്സാക്ട്ലി പറയുവാണെങ്കിൽ ഒരു മുഴം എന്ന് പറഞ്ഞാൽ ഒരു 0.457 മീറ്റർ ആണ്, എന്ന് പറഞ്ഞാൽ ഒരു 1/2 മീറ്ററിന് ഏകദേശം. അപ്പോൾ 1000 മുഴം എന്ന് പറയുമ്പോൾ ഏകദേശം 500 മീറ്റർ, ഒരു 457 മീറ്റർ എക്സാക്ട്ലി പറയുവാണെങ്കിൽ ഒരു 457 മീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഏകദേശം 1/2 കിലോമീറ്റർ. അപ്പോൾ 1/2 കിലോമീറ്റർ. അപ്പോൾ അതായത് പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയ്ക്ക് അനുസരിച്ച് ഓരോ ചുവടുകളും എടുത്ത് മുമ്പോട്ട് പോകുമ്പം പ്രാകാരത്തിൽ നിന്ന് വിശുദ്ധ സ്ഥലത്തേക്ക് പോകുന്നു. അപ്പോഴത്തേക്കും മുട്ടോളം എത്തി. അതാ നമ്മൾ അവിടെ ആ നരിയാണിയോളം എന്നാ അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ, യെഹെസ്കേൽ 47-ന്റെ 3-ാമത്തെ വാക്യത്തിൽ മുട്ടോളം എത്തിയപ്പോഴത്തേക്കും പിന്നെ യൗവനക്കാരനടുത്തപ്പോൾ അതുപോലെ അങ്ങ് ഓടിക്കളിച്ച് പോകായിരുന്നു. ഇപ്പം പിന്നെ അത്രയൊന്നും പറ്റത്തില്ല. പരിശുദ്ധാത്മാവ് നമ്മളെ കുറച്ചുകൂടെ ആ ഒഴുക്കിനനുസരിച്ച് പോകാനാണ് നമുക്ക് കുറച്ചുകൂടെ കർത്താവേ ഒഴുക്കിന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴത്തേക്കും തന്നെ നമുക്ക് കുറച്ചുകൂടെ ഒരു മനസാക്ഷി കുത്തും കാര്യങ്ങളും ഒക്കെ. കർത്താവേ, ഞാൻ ആ വാക്ക് പറയണ്ടായിരുന്നു, ഇവൻ്റെ മനോഭാവം, എൻ്റെ ആ ചിന്തകളെ ചെയ്തികളൊക്കെ കർത്താവേ അങ്ങേക്ക് ചേരാത്തതായിരുന്നു.
എന്നാൽ പിന്നെയും കുറച്ചുകൂടെ പോകുന്നു, അങ്ങ് ആ എന്താണ് പറയുക, തിരശ്ശീലയുടെ അടുത്ത് വരെ എത്തുന്നു. അപ്പോഴത്തേക്കും അരയോളമൊക്കെ എത്തി, എങ്കിലും തിരശ്ശീല അങ്ങ് കഴിഞ്ഞ് അപ്പുറത്തോട്ട് ഇട്ടില്ല, അപ്പോഴും അരയോളം എത്തിയപ്പോഴും ഫീറ്റ് ഈസ് ഓൺ ദ ഗ്രൗണ്ട്. എന്ന് പറഞ്ഞാൽ എന്താ, കാല് അപ്പോഴും ഭൂമിയിൽ തന്നെയാണ്, ഭൂമിയോടുള്ള അറ്റാച്ച്മെന്റ് ഉണ്ട്. എന്നാൽ അവിടെ ആ ആൾത്താരയുടെ മുമ്പിൽ, ആ തിരശ്ശീലയോട് ചേർന്നുള്ള ആൾത്താരയുടെ മുമ്പിൽ എന്നാൽ തന്നെ ജീവനുള്ള യാഗമായിട്ട് അങ്ങ് സമർപ്പിച്ച്, എൻ്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടമെന്നും പറഞ്ഞ് എന്നെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ച്, ആ എൻ്റെ സ്വന്തം ഇഷ്ടത്തെ അങ്ങ് ക്രൂശീകരിക്കാനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവിന്റെ ജ്വാലയുള്ള വചനമാകുന്ന വാൾ എൻ്റെ ആ ജഡത്തെ അങ്ങ് ചീന്തി പരിശുദ്ധാത്മാവിന്റെ ആത്മാവിലേക്ക് വന്ന് നിറഞ്ഞ് എന്താ അവിടെ ഞാൻ ആത്മാവിന്റെ ഒഴുക്കിനനുസരിച്ച് അങ്ങ് നീങ്ങുന്നതനുസരിച്ച് ഫിറ്റ് ഈസ് ഓഫ് ദ ഗ്രൗണ്ട്, ആ കാലങ്ങ് എന്താ നിലത്തിൽ നിന്ന് അങ്ങ് എടുത്തു മാറ്റി പറഞ്ഞു പോകുന്നു, നിലത്തിൽ നിന്ന് നിലത്തിന് മുകളിലോട്ടാവുന്നു, ആ ഒഴുക്കിനനുസരിച്ച് അങ്ങ് പോകുന്നു. അതാ വയസ്സനായപ്പം നിന്റെ ഇഷ്ടമുള്ളിടത്തൊക്കെയല്ല, നീ കൈനീട്ടി മറ്റൊരാൾ നിന്റെ അരക്ക് കെട്ടി, പരിശുദ്ധാത്മാവിന്റെ സത്യത്തിന്റെ അരക്കച്ചയൊക്കെ കെട്ടി നിന്നെ, നിനക്ക് സ്വാഭാവികമായിട്ട് ഇഷ്ടമില്ലാത്ത ഇടങ്ങളിലേക്ക് നിന്നെ നയിക്കുന്ന ആ ഒരു കാര്യം, അതാ നീന്തിയിട്ടില്ലാതെ കിടപ്പാൻ പറ്റാത്ത അങ്ങ് ആ വിശുദ്ധ സ്ഥലത്തിന് അങ്ങ് തിരശ്ശീലയ്ക്ക് അവിടം വരെ എത്തി. അത് കഴിഞ്ഞിട്ട് പക്ഷെ ആ ക്രൂസിന്റെ അനുഭവം എന്ന് പറഞ്ഞാൽ എന്താ, നിരന്തരമായിട്ട് നമ്മെ തന്നെ അങ്ങ് താഴ്ത്തി ഏൽപ്പിക്കുന്ന ക്രൂസിന്റെ അനുഭവത്തിലേക്ക് വരുമ്പോഴാണ് പിന്നെ അങ്ങ് അതിവിശുദ്ധ സ്ഥലത്തേക്ക് അങ്ങ് കയറി ആ ഒരു സ്വന്തം ഇഷ്ടം, നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ എന്താ, ഇതൊക്കെ ആലങ്കാരികമായിട്ടുള്ള ഭാഷയിൽ പറയുന്ന കാര്യങ്ങൾ, നമുക്ക് കുറച്ചുകൂടെ അതിൻ്റെ ഒരു മനോഹാരിത മനസ്സിലാവാൻ വേണ്ടി. എന്നാൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മളുടെ ജീവിത സാഹചര്യങ്ങൾ നമുക്ക് കോപിക്കാനോ മോഹിക്കാനോ സ്വാർത്ഥം അന്വേഷിക്കാനോ മനുഷ്യമാനം അന്വേഷിക്കാനോ പല കാര്യങ്ങളിലൊക്കെ കോംപ്രമൈസ് ചെയ്യാനോ ഒക്കെയുള്ള പല കാര്യത്തിലുമൊക്കെ നമ്മുടെ സ്വന്തം ഇഷ്ടം തേടാനൊക്കെയുള്ള പല പ്രലോഭനങ്ങളൊക്കെ വരുമ്പം അവിടെ കർത്താവെ അല്ലെങ്കിൽ ഇല്ലാതാകട്ടെ, ഇവിടെ കർത്താവെ ഞാനിവിടെ വെളിപ്പെടേണ്ട, അവിടുന്ന് എന്നിൽ ജീവിക്കേണ്ടത്, ഞാനോ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ക്രിസ്തു എന്നിൽ ജീവിക്കണ്ടേ, ഗലാത്യർ 2:20 നമ്മൾ വായിക്കുന്ന പോലെ. അപ്പം അങ്ങനെ നമ്മളെ ക്രൂശിക്കാൻ അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കുമ്പം ചിലർ നമ്മളെ അങ്ങ് വല്ലാതെ ദേഷ്യപ്പെടുത്തുന്ന രീതിയിൽ നമ്മളെ അങ്ങ് കളിയാക്കുന്നു, നമ്മളെ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ നമ്മളെ അങ്ങ് കൊച്ചാക്കുന്നു. അപ്പം ആ സമയത്ത് ഞാൻ ക്രൂശിക്കപ്പെടാനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുന്നു. അപ്പോൾ ഫിറ്റ് ഈസ് ഓഫ് ദ ഗ്രൗണ്ട്, പരിശുദ്ധാത്മാ എന്നിൽ വന്ന് നിറഞ്ഞ് അവിടെ എനിക്ക് സന്തോഷത്തോടെ അവരെ സ്നേഹിക്കാനും ക്ഷമിക്കാനും അവരോട് സ്നേഹത്തോടെ മൃദുവായിട്ടുള്ള പ്രതിയുത്തരം കോപത്തെ ശമിപ്പിക്കുന്നു എന്നൊക്കെ സദൃശവാക്യം 21 അല്ല സോറി സദൃശവാക്യം 15 ഒന്നാമത്തെ വാക്യത്തിൽ സദൃശവാക്യം 15 ഒന്നാമത്തെ വാക്യത്തിൽ പറയുന്നത് പോലെ കോപത്തോടുള്ള ഒരു വാക്ക് കോപത്തെ ജ്വലിപ്പിക്കുന്നു, എന്നാൽ മൃദുവായ ഉത്തരം നമ്മള് ജെന്റിൽ ആൻസർ ടേൺസ് അവേ റാത്ത്, കഠിന വാക്ക് ക്രോധത്തെ ജ്വലിപ്പിക്കുന്നു എന്ന് മൃദുവായിട്ട് പരിശുദ്ധാത്മാവിന്റെ ഒരു ജെന്റിൽനെസ്സോടുകൂടെ അവിടെ പറയുമ്പോൾ അതാ ആ ഒരു മറ്റൊരുത്തൻ നമ്മളുടെ അരകിട്ടി നമ്മളെ നയിക്കുന്ന ഒരു അവസ്ഥ. അപ്പൊ അക്ഷരികമായിട്ട് പത്രോസിന്റെ ജീവിതത്തിൽ അതുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അതാ നമ്മൾ വായിക്കുന്നത്. ആത്മീയമായിട്ട് പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഈ ഒരു അവസ്ഥ, നമ്മളുടെ ആത്മീയ യൗവനത്തിൽ നമ്മൾ മാർത്തയെ പോലെ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ആ കർത്താവിനെ ഞാൻ ചെയ്യുന്ന, അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു, ഈ മറിയന്മാര് കുറച്ച് അവിടെ കയറി ഇരിക്കുന്ന കണ്ടില്ലേ, ഒന്നും ചെയ്യാതെ ഞാൻ എന്ത് ചെയ്യുന്നു, കർത്താവിന് വേണ്ടി അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു എന്നൊക്കെ നമ്മൾ പറയുന്ന നമ്മൾ പിന്നെ കർത്താവെ കുറച്ചുകൂടെ ആത്മീയമായിട്ട് പക്വതയാകുമ്പോൾ കർത്താവെ എനിക്ക് ബാക്കിയുള്ളവർ എന്നെ കുറിച്ച് എന്ത് പറഞ്ഞാലും ഞാനിവിടെ ഈ കാൽക്കിലിരുന്ന് അവിടുന്ന് പറയുന്നത് പോലെ ഞാൻ ചെയ്തോളാവേ എന്ന് പറയുന്ന ആ ഒരു തലത്തിലേക്ക് വരുന്നൊരവസ്ഥ. അപ്പം ആത്മീയമായിട്ട് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ആ ഒരു മരണ പുനരുദ്ധാനത്തിന്റെ ഒരു അനുഭവം ഉണ്ടാവണം. നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. എൻ്റെ തൊട്ടടുത്ത വാക്യം 19-ാമത്തെ വാക്യം ഇത് എന്തിനെ കുറിച്ചാണ്? അതിനാൽ അവൻ ഇന്ന വിധം മരണം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം. ശരിക്കും പത്രോസ് അക്ഷരികമായിട്ട് തന്നെ കർത്താവിന് ആ ക്രൂശ് മരണം പത്രോസ് തലകീഴായിട്ട് ക്രൂശിക്കപ്പെട്ടത് കൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തി. തൻ്റെ സ്നേഹിച്ച കർത്താവിനെ തള്ളിപ്പറയാതെ പത്രോസ് കർത്താവിനെ മഹത്വപ്പെടുത്തിയ കാര്യം നമുക്കറിയാം. ആ ഒരു മരണത്തിലൂടെ മഹത്വപ്പെടുന്ന ജീവനോടെ ആയാലും മരണത്തിലൂടെ ആയാലും കർത്താവിന്റെ നാമം നമുക്ക് ആ ഫിലിപ്പിയ ലേഖനത്തിലെ ആ വാക്യം നമുക്കറിയാം അല്ലെ. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായത്തിൽ 20-ാമത്തെ വാക്യത്തിൽ പൗലോസ് എന്താ പറയുന്നത്? ഫിലിപ്പിയ ലേഖനം 1:20-21 വാക്യങ്ങളിൽ അതെ അവിടെ പറയുന്ന 20-ാമത്തെ വാക്യത്തിൽ അങ്ങനെ ഞാൻ ഒന്നിലും ലജ്ജിച്ച് പോകാതെ പൂർണ്ണ ധൈര്യം പൂണ്ട്, എല്ലാവരും എടുത്ത് ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം, ഫിലിപ്പിയൻസ് 1:20. ഞാൻ ഒന്നിലും ലജ്ജിച്ച് പോകാതെ പൂർണ്ണ ധൈര്യം പൂണ്ട് ക്രിസ്തു എൻ്റെ ശരീരത്തെങ്കിൽ ജീവനാലാകട്ടെ മരണത്താലാകട്ടെ എപ്പോഴും എന്ന പോലെ ഇപ്പോഴും മഹിമപ്പെടുകയുള്ളൂ. നമ്മൾ ഒരിക്കലും ജീവിക്കുവാണെങ്കിൽ പിന്നെ നമുക്ക് കർത്താവിനെ കുറിച്ചൊക്കെ പറയാം, നമുക്ക് മഹത്വപ്പെടുത്താം. മരിക്കുവാണെങ്കിൽ എങ്ങനെ മഹത്വപ്പെടുത്താനൊക്കെ? എന്നാൽ കർത്താവിന് ഹിതപ്രകാരം നമ്മൾ മരിക്കുമ്പം ഇപ്പം തന്നെ നമ്മുടെ ഒരു പ്രിയപ്പെട്ട സഹോദരി അവിടെ കോട്ടയത്ത് കഴിഞ്ഞ ദിവസം കടന്നുപോയി. അപ്പോൾ എന്നാൽ ആ മരണത്തിലൂടെയും അനേകരുടെ സാക്ഷ്യവും ആ സഹോദരിയുടെ ജീവിതത്തിൽ ദൈവം ചെയ്തെടുത്ത കാര്യങ്ങളെ കുറിച്ചൊക്കെയുള്ള സാക്ഷ്യ ലൈവ് സ്ട്രീമിലുള്ള കാര്യമൊക്കെ സഹോദരങ്ങൾ
പറയുന്നുണ്ടായിരുന്നു. അപ്പം ആ മരണത്തിലൂടെയും ആ ഒരു തൻ്റെ ഈ വിശുദ്ധന്മാരുടെ മരണം കർത്താവിന് ഏറ്റവും പ്രഷ്യസ് ആണെന്നൊക്കെ സങ്കീർത്തനത്തിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പം കർത്താവിന് ഏറ്റവും വിലയേറിയതാണെന്നുള്ള ഒരു കാര്യമുണ്ട്. കർത്താവിലേക്ക് അങ്ങ് ചേർക്കപ്പെടുക മരണത്തിലൂടെ. ഫിലിപ്പിയർ 1-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം. അപ്പൊ അതാ മരണത്തിലൂടെ ഞാൻ ജീവിച്ചാലാകട്ടെ, ഇനിയിപ്പം കർത്താവെ ഇനിയിപ്പം ഞാൻ മരിക്കുവാണെന്ന് ഇരിക്കട്ടെ, പക്ഷെ മരിച്ചാലും കർത്താവെ അത് അങ്ങേ നിന്ദിച്ചുകൊണ്ടുള്ള രീതിയിലല്ല, മറിച്ച് കർത്താവെ അവിടെ അങ്ങേ മഹത്വപ്പെടുത്തണം എനിക്ക്. അതിലൂടെയും കർത്താവിന്റെ ആ മരണത്തിലൂടെയും ഇപ്പം ഗ്രഹാം സ്റ്റെയിൻസ് ജീവിച്ചപ്പോൾ നമ്മൾക്ക് ആർക്കും അറിയത്തില്ലായിരുന്നു. എന്നാൽ മരിച്ചപ്പം ഇപ്പോൾ എത്രയോ പേർക്ക് അദ്ദേഹത്തിന്റെ ആ ജീവിതവും ആ ഗ്ലാഡിസ്റ്റൈൻസിന്റെ ക്ഷമിക്കുന്ന ആ ഒരു മനോഭാവവും അന്നത്തെ ആ ഒരു സാക്ഷ്യവും ഇന്നും എത്രയോ പേർക്ക് അതൊരു ജീവനായിട്ട് മാറിയിരിക്കുന്നു. എന്ന് പറയുന്ന പോലെ ആ ഒരു മരണത്താലും ഒരു ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുമ്പോൾ അത് വളരെ ഫലം കായ്ക്കും. അത് അനേകർക്ക് അത് ജീവനായിട്ട് തീരും. ഇപ്പം മരണത്തെ എത്രയോ രക്തസാക്ഷികളുടെയൊക്കെ മരണം അത് കണ്ടു നിന്ന് അന്ന് റോമൻ കൊളോസിയത്തിലൊക്കെ പലരും കർത്താവിന് വേണ്ടി, കർത്താവിനെ നിങ്ങൾ തള്ളി പറയുവാണെങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം എന്നൊക്കെ പറഞ്ഞ് കർത്താവിനെ തള്ളി പറയാതെ അവരുടെ ജീവിതം കർത്താവിനായിട്ട് ഹോമിച്ചു കൊടുക്കുമ്പോൾ അത് കണ്ട് കൺവിക്റ്റഡ് ആയിട്ട് ആ ഗാലറിയിൽ നിന്ന് തന്നെ ചിലർ വന്ന് ഞങ്ങൾക്കും കർത്താവിനായിട്ട് ഞങ്ങൾ നിൽക്കുകയുള്ളൂ, ഞങ്ങൾ നീറോ അല്ല, കർത്താവാണ് ഞങ്ങളുടെ ദൈവം എന്ന് പറയുമ്പോൾ അങ്ങനെ പലരും മരണത്തിലൂടെ അനേകരെ കർത്താവിലേക്ക് നേടിയ കാര്യങ്ങളും ഒക്കെ നമുക്കറിയാം. ഇന്നും പല വിശുദ്ധന്മാരുടെയും രക്തസാക്ഷികളുടെയൊക്കെ മരണം എത്രയോ പേരെ ഒത്തിരി സ്വാധീനിച്ചിട്ടുള്ള കാര്യമൊക്കെ നമുക്കറിയാം. സ്തെഫാനോസിന്റെ മരണം, ആദ്യത്തെ രക്തസാക്ഷി ആരായിരുന്നു? സ്തെഫാനോസിന്റെ മരണം ആർക്കാ സുഗന്ധമായിട്ട് തീർന്നേ? ശൗലിനെ പൗലോസാക്കി മാറ്റി. ആ ഒരു നിലവിളി, അയ്യോ ഇവരുടെ പാപം ഇവരോട് കണക്കിടരുതേ എന്ന് പറയുന്നത്, അത് തീർച്ചയായിട്ടും അവന് അങ്ങ് മനസാക്ഷിക്കുത്ത് തുടങ്ങി അതിങ്ങനെ ഈ മുള്ളിന്റെ മേല് ചവിട്ടുവാണെങ്കിൽ എങ്ങനെ ഇരിക്കും? നമ്മുടെ എന്തിനാ പറയുന്നത്, നമ്മുടെ ഷൂസിനകത്ത് ചെരുപ്പിനകത്ത് ഒരു മുള്ളോ കല്ലോ എന്തെങ്കിലും കയറിയാൽ നമ്മൾ ഓരോ പ്രാവശ്യം ചവിട്ടുമ്പോൾ ഒരു നമുക്ക് ശരിക്കും ചവിട്ടാൻ പറ്റത്തില്ല എന്ന് പറയുന്നത് പോലെ അധികം നേരം പൗലോസ്, നമുക്ക് ആ വാക്യം അറിയാമോ? അപ്പോസ്തലപ്രവൃത്തികളിലെ കർത്താവ് തനിക്ക് പ്രത്യക്ഷപ്പെടുമ്പോൾ 22-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിലാണോ നോക്കട്ടെ, അല്ല 22-ലാണോ 26-ലാണോ ഞാൻ നോക്കിക്കോട്ടെ. അതെ, 26-ലാണ്. അപ്പോസ്തലപ്രവൃത്തി 26-ന്റെ 14-ാമത്തെ വാക്യം. പൗലോസിന്റെ സാക്ഷ്യം അപ്പോസ്തലപ്രവൃത്തികൾ 9-ാം അധ്യായം, പൗലോസ് രക്ഷിക്കപ്പെടുന്ന പൗലോസ് 9-ാം അധ്യായത്തിൽ, അപ്പോസ്തലപ്രവൃത്തി 9-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. പൗലോസിന്റെ സാക്ഷി 22-ാം അധ്യായത്തിലും 26-ാം അധ്യായത്തിലും പറയുന്നുണ്ട്. അപ്പം 9-ലും 22-ാം അധ്യായത്തിലും 9-ാം അധ്യായത്തിലും 22-ാം അധ്യായത്തിലും അവിടെ രേഖപ്പെടുത്തിയിട്ടില്ലാത്ത ഒരു കാര്യം 26-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് അവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. വെച്ചാൽ പലതവണ സാക്ഷ്യം പറയുമ്പോൾ ചിലയിടത്ത് സാക്ഷ്യം പറയുമ്പോൾ കുറച്ച് കൂടുതൽ ഡീറ്റെയിൽസ് പറയും. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞങ്ങൾക്ക് ഇങ്ങനെ കുടുംബമായിട്ട് പലയിടത്തൊക്കെ സാക്ഷ്യം പറയുന്ന അവസരം ഇരിക്കുമ്പോൾ ചിലയിടത്ത് അവർ പറയും കുറച്ചുകൂടെ എന്ന് പറയും. അപ്പോൾ കുറച്ചുകൂടെ കാര്യങ്ങളിങ്ങനെ പുറത്ത് വരും. അപ്പം അത് 14-ാമത്തെ ഭാഗത്തിൽ ഞങ്ങൾ എല്ലാവരും നിലത്ത് വീണപ്പോൾ ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? മുള്ളിന്റെ നേരെ. അപ്പം ഉപദ്രവിക്കുന്നത് എന്തെന്നുള്ള കാര്യം മാത്രമേ നമ്മൾ 9-ലും 22-ാം അധ്യായത്തിലും ഒക്കെ വായിക്കുന്നുണ്ട്. എന്നാൽ അതിന്റെ കൂടെ തന്നെ കർത്താവ് ചോദിക്കുന്നതിന്റെ കാര്യമുണ്ട്. മുള്ളിന്റെ മേലെ നീ ഇതുവരെ ഉതച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ കിക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഇറ്റ് ഇസ് ഹാർഡ് ഫോർ യു ടു കിക്ക് അഗൈൻസ്റ്റ് ദ ഗോഡ്സ് എന്നൊക്കെ പറഞ്ഞ GOADS ഇംഗ്ലീഷിൽ എന്ന് പറഞ്ഞാൽ സംതിങ് ദാറ്റ് പെയിൻസ് അസ് ഇഫ് ബൈ പ്രിക്കിംഗ് തോൺ. ഒരു മുള്ളു പോലെ പെയിൻ ചെയ്യുന്ന ഒരു കാര്യത്തിനകത്ത് ഗോഡ് GOD ഗോഡ് അല്ല GOAD ഗോഡ്. അപ്പം കിക്ക് അഗൈൻസ്റ്റ് ദ ഗോഡ്സ് NASB എഴുതിയിരിക്കുന്നത്. അപ്പം എന്താ മുള്ളിന്റെ നേരെ നിനക്ക് ഉതയ്ക്കുന്നത് വിഷമാകുന്ന വെച്ചാൽ അവന്റെ മനസാക്ഷിക്കുത്ത് ചെറുപ്പത്തിലേ അവന് എല്ലാ കൽപ്പനകളും അനുസരിക്കാൻ പറ്റി. എന്നാൽ 10-ാമത്തെ കൽപ്പനയായ മോഹിക്കരുതെന്നുള്ള കൽപ്പന അനുസരിക്കാൻ പറ്റിയില്ല എന്നുള്ള കാര്യമൊക്കെ റോമർ 7-ാം അധ്യായത്തിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ മനസാക്ഷിക്കുത്തുണ്ട്. അങ്ങനെ പല പല രീതിയിൽ അവന് മനസാക്ഷിക്കുത്ത് വന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ അതിന്റെ കൂടെ സ്തെഫാനോസിന്റെ മരണം കൂടെ ആയപ്പോഴത്തേക്കും ആകപ്പാടെ വല്ലാത്ത മനസാക്ഷി കുത്തായി. മരണത്താൽ എങ്ങനെ മഹത്വപ്പെടുന്ന കാര്യം നമ്മൾ പറഞ്ഞു വരുന്നത്. സ്തെഫാനോസിന് മരണം കൂടെ ആയപ്പോഴത്തേക്ക് ആകപ്പാടെ വല്ലാത്ത വെപ്രാളമായിപ്പോയി. അത് കഴിഞ്ഞിട്ട് അവനങ്ങ് ഇരിക്കപ്പുറതിയില്ല. ആ സ്തെഫാനോസിന്റെ ആ നിഷ്കളങ്കമായിട്ടുള്ള ഒരു കരച്ചിലും അവന്റെ ആ ഒരു ജ്ഞാനവും അവനെ കുറിച്ചുള്ള കേൾവിയും, ആ ചെറുപ്പക്കാരനെ ഒരാൾ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടുന്നെന്ന് പറഞ്ഞാൽ എന്തുമായിരിക്കും? എത്ര കല്ല് വന്ന് വീണ് കാണും? വെറുതെ 2-3 കല്ലെറിഞ്ഞാൽ ആരെങ്കിലും മരിക്കുമോ? അപ്പൊ അതുപോലെ വല്ലാത്ത ഭയങ്കര പാറക്കല്ല് മാതിരിയുള്ള എല്ലാം എറിഞ്ഞ് ഒരു ജീവനുള്ള ഒരു ചെറുപ്പക്കാരനെ, യൗവനക്കാരനെ എറിഞ്ഞു കൊല്ലുക എന്ന് പറഞ്ഞാൽ എന്തോ അത്
അതെല്ലാം ദൃക്സാക്ഷിയായിട്ട് കണ്ടുകൊണ്ടിരുന്ന സൗല് താൻ വലിയ എന്താ വലിയ ജലസായിട്ട് വലിയ തീക്ഷ്ണതയോടെ എന്താ യഹോവയായ ദൈവത്തിന് വേണ്ടി ഇരിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുവാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷേ ഇവിടെ തൻ്റെ മനസാക്ഷിക്കുത്ത് അങ്ങ് കൂടിക്കൂടി വരിക. മുള്ളിൻ്റെ നിര എനിക്ക് ഉദയ്ക്കുന്ന വിഷമമാകുന്നു എന്ന് എബ്രായ ഭാഷയിൽ എന്നോട് പറയുന്നൊരു ശബ്ദം കേട്ടു. നീ ആരാകുന്നു എന്ന് ചോദിച്ചപ്പോൾ കർത്താവ് തന്നെ വെളിപ്പെടുത്തിയ കാര്യമൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. നമുക്ക് ഫിലിപ്പി ലേഖനത്തിലോട്ട് വരാം. അപ്പോൾ അത് മരണത്തിലൂടെ സ്തെഫാനോസ് മരണത്തിലൂടെ, അപ്പം അത് മരണത്തിലൂടെ നമ്മൾ ആക്ഷരികമായ മരണത്തിലൂടെ, പിന്നെ നമ്മളുടെ എന്താണ് ആത്മീയമായി പറഞ്ഞാലും നമ്മുടെ സ്വയജീവന മരണത്തിലൂടെയും മറ്റുള്ളവർക്ക് അതൊരു ജീവനായി കർത്താവിന്റെ നാമം നമുക്ക് ബോധ്യപ്പെടുത്താനൊക്കെ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളിപ്പം നമ്മൾ ചിലപ്പോൾ ആക്ഷരികമായിട്ട് നമ്മളെ ആരും പിടിച്ച് കൊല്ലുന്നില്ലായിരിക്കും, കല്ലെറിയുന്നില്ലായിരിക്കും. പക്ഷെ ചില ഇടങ്ങളിൽ നമ്മളെ നിന്ദിക്കുകയോ അല്ലെങ്കിൽ പ്രകോപിപ്പിക്കുകയോ ഒക്കെ ചെയ്യുന്നു. അപ്പം ചിലപ്പോൾ നമ്മൾ വീട്ടിലുള്ളത് തന്നെ ആയിരിക്കും. പിന്നെ സിസ്റ്റർ സാക്ഷ്യം പറഞ്ഞതുപോലെ അല്ലേ, ചിലപ്പോൾ മോനോട് സംസാരിക്കുമ്പോൾ അമ്മയോട് സംസാരിക്കുമ്പോൾ ഇപ്പം ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ അങ്ങ് പറയണം, അങ്ങ് എന്തെങ്കിലുമൊക്കെ അങ്ങ് പറയണം, അങ്ങ് ദേഷ്യം തീർക്കണം, അല്ലെങ്കിൽ ഒരു രണ്ട് വാക്ക് പറയണം എന്നൊക്കെ തോന്നും. പക്ഷെ ആ സമയത്ത് നമ്മളെ തന്നെ അങ്ങ് താഴ്ത്തി കർത്താവേ, അവിടുത്തെ ആത്മാവിന്റെ പ്രേരണയോടുകൂടി ശരിയാണ് ചില കാര്യങ്ങൾ അമ്മയെന്ന നിലയിൽ അച്ഛനെന്ന നിലയിലൊക്കെ നമ്മൾ കാർക്കശ്യത്തോടെ ഫേമായിട്ട് ചില കാര്യങ്ങൾ പറയേണ്ടതായിട്ടുണ്ട്. എന്നാൽ അവിടെ ഒരു ജഡത്തിന്റെ ഒരു ഇറിറ്റേഷൻ നമ്മുടെ ദേഷ്യം തീർക്കാൻ വേണ്ടിയുള്ള ഒരു കാര്യമായിട്ടല്ല, മറിച്ച് ആത്മാവിന്റെ പ്രേരണയോടുകൂടി മാത്രം നമ്മൾ പ്രതികരിക്കുമ്പോൾ അവിടെ ഒരു സ്വയജീവന ഒരു മരണമുണ്ട്. അവിടെ അതിലൂടെ നമ്മൾ ആരെയാ ബോധ്യപ്പെടുന്നത്? കർത്താവിനെ ബോധ്യപ്പെടും. സ്വയജീവന മരണമുള്ളപ്പം അവിടെയാണ് പരിശുദ്ധാത്മാവ് എന്ന് നിറഞ്ഞ് അവിടെ ക്രിസ്തു വെളിപ്പെടുന്നത്. അപ്പം ഈ മമ്മി ആകെ മാറിപ്പോയല്ലോ ഇന്ന് മുതലേ. അപ്പം മമ്മി വിചാരിക്കും മോനാകെ മാറിപ്പോയല്ലോ, ഇത് ഇന്നലത്തെ ജസ്റ്റിൻ അല്ലായിരുന്നല്ലോ, ഇന്ന് മീറ്റിംഗ് കഴിഞ്ഞപ്പോഴത്തേക്കും ആളാകെ മാറിപ്പോയല്ലോ, ഇതിപ്പം ഇങ്ങനെ പഴയ ആളല്ല, ഇത് പുതിയ ആളാണ്, ഇപ്പം എത്രയും പെട്ടെന്ന് നമുക്ക് സ്ഥാനപ്പെടുത്തണം എന്ന് പറയാം. അപ്പൊ അതാ പറഞ്ഞു. അപ്പൊ ആ ഒരു സ്വയജീവന്റെ ഒരു മരണം വരുമ്പോൾ അവിടെ ഒരു കർത്താവിനെ മഹത്വപ്പെടുന്നത്. അപ്പൊ അക്ഷരീയമായിട്ടുള്ള മരണമാവട്ടെ, സ്വയജീവന്റെ മരണമാവട്ടെ, അതിലൂടെ എല്ലാം അത് വെച്ചാൽ അക്ഷരീയ മരണത്തിലും സ്വയജീവന മരണം ഉള്ളതുകൊണ്ട് സ്തെഫാനോസ് സ്വന്തം ഇഷ്ടത്തിന് മരിച്ചതുകൊണ്ട്, അല്ലെങ്കിൽ നിന്നെയൊക്കെ കാണിച്ചു തരാം, ദൈവം നിന്നെ ശിക്ഷിച്ചോളൂ എന്ന് പറഞ്ഞ് സ്തെഫാനോസ് മരിക്കുമായിരുന്നെങ്കിൽ ആരെങ്കിലും രക്ഷിക്കപ്പെടുമായിരുന്നു. ദൈവം നിങ്ങൾക്ക് പകരം തരും, എനിക്ക് എന്നെ പ്രതികാരം ദൈവത്തിനുള്ളതാ, എനിക്ക് പറ്റുമായിരുന്നെങ്കിൽ എനിക്ക് പ്രതികാരം ഞാൻ ചെയ്തു തന്നെ, ഇപ്പൊ ഇതായിപ്പോയി, അതുകൊണ്ട് തന്നെ ദൈവം നിനക്ക് കാണിച്ചു തരും എന്നും പറഞ്ഞുകൊണ്ട് സ്തെഫാനോസ് പറഞ്ഞില്ല. മറിച്ച് അത് ക്രൂസിലൊക്കെ അല്ല, കർത്താവിന്റെ മരണത്തിലും അതല്ലേ നമ്മൾ കാണുന്നത്. കർത്താവിന്റെ മരണത്തിൽ നമുക്ക് എല്ലാം ജീവൻ കിട്ടി. എന്നാൽ ഒരു വശത്തെ കള്ളന് അപ്പം തന്നെ ജീവൻ കിട്ടി. എന്തുവാ, പിതാവ് ഇവർ ചെയ്യുന്നതെന്ന് അറിയാകിയാല് ഇവരോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞു. അതിനു മുമ്പ് രണ്ടുപേരും കൂടെ അപ്പുറം ഇപ്പുറം ഇരുന്ന ആൾക്കാര് ചിലർ വരത്തില്ല, ചെവിതര തരത്തില്ല എന്നുവെച്ചാൽ അപ്പുറവും ഇപ്പുറവും രണ്ട് കള്ളന്മാരും അപ്പുറവും ഇപ്പുറവും ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അതാ നമ്മൾ മത്തായി 26 വായിക്കുന്നത്. എന്നാൽ ലൂക്കോസ് 23 വായിക്കുമ്പം കർത്താവിന്റെ ഈ പിതാവിനോടുള്ള ഈ പ്രാർത്ഥന, ക്ഷമിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടപ്പോഴത്തേക്ക് ഒരു വശത്തെ കള്ളനൊരു മനസാന്തരം ഉണ്ടായി. അപ്പൊ വലം കൈമാര് പറയും വലതുവശത്തെ കള്ളനാന്ന്, ഇടം കൈമാര് പറയും ഇടതുവശത്തെ കള്ളൻ. പക്ഷെ ഏത് വശത്തെ കള്ളനെന്ന് അറിയത്തില്ല. എന്ന് വെച്ചാൽ കർത്താവ് വലം കൈമാരുടെയും ഇടം കൈമാരുടെയും ദൈവമാണ്. അപ്പൊ ഏതായാലും ഏതോ ഒരു വശത്തെ കള്ളൻ പെട്ടെന്ന് മാനസാന്തരപ്പെട്ടു. അയ്യോ, ഇത് തീർച്ചയായിട്ടും ഒരു മാനുഷികമായിട്ടുള്ളൊരു കാര്യമല്ല. അപ്പൊ കർത്താവിന്റെ അവിടെ കർത്താവിന്റെ അക്ഷരീയമായിട്ടുള്ള മരണം നടക്കുവാണ്. പക്ഷെ കർത്താവിന്റെ സ്വയജീവന മരണം അവിടെ നടന്നുകൊണ്ടേ എപ്പോഴും കർത്താവിന്റെ ജീവിതത്തിൽ ആ സ്വയജീവന മരണം നടന്നുകൊണ്ടേ ഇരിക്കുവായിരുന്നു. അത് പരിശുദ്ധാത്മാവിന്റെ നിറവ് വന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പം അത് കർത്താവിനെ മഹത്വപ്പെടുവാൻ ഇടയായി. ഇപ്പം നീ പറഞ്ഞു വരുന്നത് വെച്ചാൽ നമ്മളുടെ ഓരോ ദിവസവും കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താനുള്ള എത്ര സാഹചര്യങ്ങളാണ്. ഓരോ സാഹചര്യത്തിൽ നമുക്ക് അക്ഷമരാകാനും നമുക്ക് പകരം വീട്ടാനും എന്തെങ്കിലുമൊക്കെ ജഡത്തിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വാക്കുകൾ പറയാനോ അല്ലെങ്കിൽ വേറെ പലതരത്തിലുള്ള പല ഓപ്പർച്യൂണിറ്റീസ്, പല അവസരങ്ങൾ ദൈവം നമുക്ക് തരുമ്പോൾ നമ്മൾ പലപ്പോഴും നമ്മളെ തന്നെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുക. പക്ഷെ നമ്മൾ ഈ മരണത്താൽ ആണ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നത്. അതാ ജീവനാലാകട്ടെ, ജീവിക്കുമ്പോഴാകുമ്പോഴും ഞാൻ ജീവിക്കുന്ന രക്തസാക്ഷിയായിട്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എൻ്റെ സ്വന്തം ഇഷ്ടത്തെ പിന്നെ അത് നമ്മളിപ്പോൾ ഉള്ള കറണ്ട് ലൊക്കേഷൻ എവിടെ? ഫിലിപ്പിയർ 1:20 വാക്യം. എൻ്റെ ശരീരത്തെങ്കിൽ ജീവനാലാകട്ടെ മരണത്താലാകട്ടെ എപ്പോഴും എന്ന പോലെ ഇപ്പോഴും മഹിമപ്പെടുകയുള്ളൂ എന്ന് പ്രതീക്ഷിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് പറയും, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭമാകുന്നു. ആരോ പറഞ്ഞത് ഇന്നത്തെ പല ക്രിസ്ത്യാനികൾക്ക് ഇത് ഉൾട്ടയാണെന്ന് പറയും. ജീവിക്കുന്നത് ലാഭമാണ് എന്ന് വെച്ചാൽ ജീവിക്കുമ്പോൾ മാക്സിമം ഈ ലോകത്തെ ലാഭമല്ല എടുക്കണം, മരിക്കുമ്പോൾ പിന്നെ എന്തായാലും ക്രിസ്തുവിനോട് കൂടെ അങ്ങ് പോകണം. ജീവിക്കുന്നത് ലാഭവും മരിക്കുന്നത് ക്രിസ്തു എന്നാണ് ഇന്ന് പലരുടെയും മുദ്രാവാക്യം. എന്നാൽ പൗലോസ് പറയുന്നത് നേരെ തിരിച്ച്, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവാണ്, ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തുവാണ് ജീവിക്കുന്നത്. മരിക്കുന്നത് ലാഭം എന്ന് വെച്ചാൽ ക്രിസ്തുവിനോട് കൂടി ഞാനങ്ങ് അക്ഷരികമായിട്ട് കർത്താവിനോട് കൂടെ അങ്ങ് കെട്ടിപ്പിടിച്ചിരിക്കാൻ പോവല്ലേ.
അപ്പം എനിക്ക് അത്ര വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പം അതാ മരണത്താൽ അപ്പം നമ്മൾ ആ ഒരു തിരിച്ച് നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 21 അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ എന്താ അതിന്റെ 19 വാക്യത്തിൽ, അതിനാൽ അവൻ ഇന്ന വിധം മരണം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം. നമ്മുടെ ജീവിതത്തിൽ നമ്മളുടെ അക്ഷരികമായിട്ടുള്ള മരണം, ഓഫ് കോഴ്സ് കർത്താവിന് വരാൻ സമയം, അതുകൊണ്ട് നമുക്ക് അക്ഷരികമായിട്ടുള്ള മരണമൊന്നും ഉണ്ടാകുന്നതിന് മുമ്പേ കർത്താവിന് വേഗം വരും. അതുകൊണ്ട് ഇങ്ങനെ നമ്മൾ ഒരുങ്ങിയിരിക്കണം. പക്ഷേ ഇനിയിപ്പോൾ അക്ഷരികമായിട്ടുള്ള മരണം ആയിക്കോട്ടെ, ഇനിയിപ്പോൾ അക്ഷരികമായിട്ടുള്ള മരണം കൊണ്ട് നമുക്കിനി മഹത്വപ്പെടുത്താനുള്ള ചാൻസ് കിട്ടിയില്ലെന്ന് തന്നെ ഇരിക്കട്ടെ, കർത്താവിന് വേഗം വരുവാന്ന് തന്നെ ഇരിക്കട്ടെ. പക്ഷെ എന്നാൽ ആത്മീയമായിട്ട് പറയുവാണെങ്കിൽ സ്വയജീവന്റെ മരണം, ഓരോ ദിവസവും ഓരോ ദിവസവും അതിനുള്ള അവസരങ്ങൾ ദൈവം തരുമ്പം അവിടെ കർത്താവെ ഓരോ സമയത്തും കർത്താവ് എപ്പോഴും നമുക്ക് പ്രത്യക്ഷത്തിൽ ഇത് പ്രലോഭനങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ പോലും എന്താ നമ്മളങ്ങ് ദൈവമുമ്പാകെ 0 ആയിട്ട് നമ്മെ തന്നെ അങ്ങ് താഴ്ത്തി ഏൽപ്പിച്ചുകൊണ്ടേ ഇരിക്കുവാണെങ്കിൽ നമ്മുടെ കർത്താവിൻ്റെ ആത്മാവൊന്നും നിറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പം നമുക്ക് നമ്മളിലൂടെ ഒരു കർത്താവിൻ്റെ സൗരഭ്യവാസന നമ്മളെ കണ്ടുമുട്ടുന്നവർക്കാവട്ടെ, ഇപ്പം നമ്മളെ ആരും കണ്ടുമുട്ടുന്നില്ലെങ്കിൽ പോലും നമ്മളുടെ പ്രാർത്ഥന, നമ്മൾക്ക് ആത്മാവിൽ അങ്ങനെ ആയിരിക്കും, നമുക്ക് അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റും, അനേകർക്ക് വേണ്ടി ഇടിവ് നിൽക്കാൻ പറ്റും. പിന്നെ പലരോടും ഉള്ളൊരു കോണ്ടാക്റ്റിലേക്ക് നമ്മൾ വരുമ്പോൾ അവരിലേക്ക് ആ ജീവൻ പ്രവഹിക്കും. അങ്ങനെ നമ്മളുടെ ഓരോ ദിവസവും അതാ കർത്താവിൻ്റെ മരണം ഞാൻ എൻ്റെ ശരീരത്തിൽ വഹിക്കുന്നതുകൊണ്ട് നമുക്ക് ആ വാക്യം എപ്പോഴും വായിക്കുന്ന വാക്യം എവിടെ? 2 കൊരിന്ത്യർ 4:10-11 വാക്യങ്ങളിൽ എന്താ എങ്ങനെയാ കർത്താവിൻ്റെ ജീവൻ വെളിപ്പെടുന്നേ? കർത്താവിന് മരണം എൻ്റെ ശരീരത്തെ വഹിച്ചാലേ ജീവൻ വെളിപ്പെടുത്തുള്ളൂ. 2 കൊരിന്ത്യർ 4:10-11 വാക്യങ്ങളിൽ ഓൾവേസ് ക്യാരിങ് അബൌട്ട് ഇൻ ദ ബോഡി, യേശുവിൻ്റെ ജീവൻ വെളിപ്പെടാൻ വേണ്ടി എന്താ ചെയ്യുന്നത്? യേശുവിൻ്റെ ജീവൻ കർത്താവിനെ എങ്ങനെ മരണത്തിലൂടെ മഹത്വപ്പെടുത്തുന്നുള്ള കാര്യമായി പറയുന്നത്. 2 കൊരിന്ത്യർ 4 മരണം. അതെ, യേശുവിൻ്റെ മരണം എപ്പോഴും വഹിക്കുന്നു. അപ്പം ഞാൻ മരണത്തിലൂടെ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു പറഞ്ഞാൽ എന്താ? ഞങ്ങളുടെ അതാ നമ്മൾ വായിക്കുന്നത് യേശുവിൻ്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തെ വെളിപ്പെടേണ്ടതിന് യേശുവിൻ്റെ മരണം എന്ന് പറയാൻ കാരണം യേശുവാണ് ആദ്യം ഈ ഒരു വഴിയിലൂടെ പോയെ. യേശുവിൻ്റെ മരണം എപ്പോഴും എൻ്റെ ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു. ഞാനായിട്ട് ആ മരണത്തെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. ഞാൻ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ പിതാവിന് അത് വലിയ സന്തോഷമാവും. എൻ്റെ പുത്രൻ പോയ വഴിയിൽ എൻ്റെ ഈ മോനും മോളും കൂടെ പോകുന്നു. അപ്പോൾ അതുകൊണ്ട് പിതാവ് എന്ത് ചെയ്യും? നമ്മളെ പല സാഹചര്യത്തിൽ വീണ്ടും മരണത്തിന് ഏൽപ്പിക്കും. നമുക്ക് അധികമായിട്ട് ഇവന് ഇത്രയും ജീവൻ കൊടുത്താൽ പോരെ, ഇവന് അധികമായിട്ട് കുറച്ചുകൂടി സമൃദ്ധമായ ജീവൻ കൊടുക്കണം. ഇവന് ഇത്രയും സമാധാനവും സന്തോഷം കൊടുത്താൽ പോരെ, ഇവൻ്റെ ജീവിതത്തിൽ കുറച്ചുകൂടി ഒരു സ്വസ്ഥതയും സമാധാനവും, കുറച്ചുകൂടി എനിക്കൊരു ഡബിൾ മെഷറായിട്ട് ഒരു ഇരട്ടിപ്പാണ് അഭിഷേകം എനിക്ക് നൽകണം. അതുകൊണ്ട് ഞാൻ ഇവനെ കുറച്ചുകൂടി ഒരു മരണത്തിന് ഏൽപ്പിക്കുക ഈ സാഹചര്യത്തിലൂടെ. അങ്ങനെ അത് 11 വാക്യത്തിൽ ഞങ്ങളുടെ മർത്ത ശരീരത്തിൽ യേശുവിൻ്റെ ജീവൻ വെളിപ്പെടേണ്ടതിന് ജീവിച്ചിരിക്കുന്ന ഞങ്ങൾ എല്ലായ്പ്പോഴും യേശു നിമിത്തം മരണത്തിൽ ഏൽപ്പിക്കപ്പെടുന്നു. മറ്റത് ആക്റ്റീവ് വോയിസ് ആണ് 10 വാക്യത്തിൽ, നമ്മളായിട്ട് അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കുന്നു കർത്താവിൻ്റെ പരിശുദ്ധാത്മ പ്രേരണയിൽ. ഇവിടെ 11 വാക്യത്തിൽ പാസീവ് വോയിസ്, ദൈവം തന്നെ നമ്മളെ ആ വഴിയിലൂടെ പോകുന്നവരെ ദൈവം തന്നെ വീണ്ടും ഏൽപ്പിക്കും നമുക്ക് അധികമായിട്ടുള്ള ജീവൻ തരാൻ വേണ്ടി. അങ്ങനെ ഞങ്ങളുടെ ഈ മരണം ആവുമ്പോൾ അത് നിറഞ്ഞു കഴിഞ്ഞ് നിങ്ങളിൽ എന്തായി വ്യാപരിക്കും? 12 വാക്യം ജീവനായിട്ട് വ്യാപരിക്കും. അത് അതിൻ്റെ തൊട്ടടുത്ത വാക്യത്തിൽ എന്താ വായിക്കുന്നത്? ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും വ്യാപരിക്കുന്നു. അപ്പം ഞങ്ങൾ ഈ മരണത്തിലൂടെ കടന്നു പോകുമ്പോൾ ജീവൻ നമ്മളിൽ വന്ന് നിറഞ്ഞ് അത് മറ്റുള്ളവരിലേക്ക് നിറഞ്ഞു കവിഞ്ഞ് ഒഴുകുമ്പോൾ മറ്റുള്ളവർക്കും ജീവനം, നമ്മുടെ കൂടെയുള്ളവർക്ക്, നമ്മുടെ അപ്പനമ്മമാർക്ക്, നമ്മുടെ സഹോദരങ്ങൾക്ക്, നമ്മുടെ ഭാര്യയ്ക്ക്, ഭർത്താവിന്, കുഞ്ഞുങ്ങൾക്ക്, അവർക്ക് നമ്മൾ ജീവനായിട്ട് മാറുന്ന അതാ മരണത്തിലൂടെ ഇന്ന വിധം തിരിച്ച് നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് വരുവാം. കറന്റ് ലൊക്കേഷൻ എവിടെ എത്തി? യോഹന്നാന്റെ സുവിശേഷം ജോൺ 21:19. അതിനാൽ അവൻ ഇന്ന വിധം മരണം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തും എന്ന് അവൻ സൂചിപ്പിച്ചു. ഇത് പറഞ്ഞിട്ട് കർത്താവ് എന്താ പറഞ്ഞു? എന്നെ അനുഗമിക്കുക എന്ന് അവനോട് പറഞ്ഞു. കർത്താവ് ആദ്യം പത്രോസിനോട് എന്തു പറഞ്ഞേ? മത്തായിയുടെ സുവിശേഷം 4 അധ്യായത്തിൽ എന്ത് പറഞ്ഞേ? മത്തായിയുടെ സുവിശേഷം 4 അധ്യായത്തിന് ഇതേ കാര്യം തന്നെ പറഞ്ഞേ. അവിടെയും പറഞ്ഞ എന്നെ അനുഗമിക്കുക, ഫോളോ മീ. കർത്താവ് ആദ്യവും അവസാനവും എല്ലാം ഒരേ കാര്യം തന്നെ പറയുന്നത് അല്ലേ? പരിശുദ്ധാത്മാവ് എത്ര വ്യക്തമായിട്ട് ആ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 4 അധ്യായത്തിന് 19 വാക്യം എടുത്ത് വായിക്കുമ്പം എന്താ നമ്മൾ വായിക്കുന്നേ? അവിടെ പത്രോസിനേക്ക് വിളിക്കുന്ന രംഗമാണ് അതിൻ്റെ 18 വാക്യത്തിൽ. മത്തായി 4:18. അവൻ ഗലീല കടൽപ്പുറത്ത് നടക്കുമ്പോൾ പത്രോസ് എന്നു പേരുള്ള ശീമോൻ, അവൻ്റെ സഹോദരനായ അന്ത്രയോസ് എന്നിങ്ങനെ മീൻപിടുക്കാരായ 2 സഹോദരന്മാർ കടലിൽ വല വീശുന്നത് കണ്ടു. എന്നെ പിന്നാലെ വരുവിൻ, ഫോളോ മീ. ഇംഗ്ലീഷിലെ ഫോളോ മീ എന്ന് തന്നെ, മലയാളത്തിൽ എന്നെ അനുഗമിക്കുക. ഫോളോ മീ എന്നുള്ള വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. എൻ്റെ പിന്നാലെ വരുവിൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന് പറഞ്ഞു. ഫോളോ മീ. 19 വാക്യം. ഇവിടെ യോഹന്നാൻ ഇവിടെ ഒരു 19 വാക്യം തന്നെ. ഇവിടെ മറ്റേ മത്തായി 4:19 ആണെങ്കിൽ ഇത്
യോഹന്നാൻ 21:19 ഓഫ് കോഴ്സ് ചാപ്റ്റർ ഡിവിഷൻ വേഴ്സ് ഡിവിഷനും ഒക്കെ മനുഷ്യർ പിന്നീട് നൂറ്റാണ്ടുകൾക്ക് ശേഷം കൊണ്ടുവന്നതാണെന്നുള്ള കാര്യം നമുക്കറിയെങ്കിലും ദൈവത്തിൻ്റെ ഒരു വ്യാപാരം അതിലും ഉണ്ടല്ലോ. 4:19 ഇവിടെ 21 യോഹന്നാൻ 21 ആദ്യത്തെ സുവിശേഷമാകുന്ന മത്തായി 4:19, അവസാനത്തെ സുവിശേഷമാകുന്ന യോഹന്നാൻ 21:19 ഫോളോ മീ. കർത്താവ് നമ്മളോട് പറയുന്നത് എന്താ? എല്ലാത്തിലും ഉപരിയായിട്ട് എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഓക്കെ കർത്താവേ, അന്നെങ്കിൽ എന്നെ അങ്ങ് അനുഗമിച്ചു. ഞാൻ പോയത് കർത്താവ് ഏത് വഴിയിലാണ് പോയേ? ക്രൂസിന്റെ പാതയിലൂടെ പോയത്. ഇന്ന് ഇങ്ങനെ ആസാദിയിലുള്ള സ്ത്രീകൾ ലൈവായിട്ട് സാക്ഷി പറയുമ്പോൾ ഞാൻ കേൾക്കാൻ പറ്റിയില്ല. ഇന്ന് അത് ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് പഠിച്ച് കേൾക്കുമ്പോൾ സ്ത്രീകൾ പറയുന്നുണ്ടായിരുന്നു, അവിടെ വീട്ടിൽ നിന്ന് അടിയിടിയൊക്കെ കിട്ടിയപ്പോൾ സ്ത്രീകളൊക്കെ മനസ്സിലായി ഇത് തന്നെ ഞാൻ കർത്താവിന്റെ ഹിതത്തിൽ തന്നെയാണെന്ന്. സാധാരണ സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ അടിയിടിയൊക്കെ കിട്ടുന്ന കർത്താവിനെ വിട്ടുപോയെന്ന് നമ്മൾ ചിന്തിക്കും. ഇവിടെ ഒരാൾ അടിയിടിയും കിട്ടുമ്പോൾ ഇത് കർത്താവിന്റെ വഴി തന്നെ. കർത്താവ് ഇതുപോലെ അടിയിടിയല്ലേ കിട്ടിയത് കർത്താവിന്, ക്രൂസിന്റെ വഴി. കർത്താവിന്റെ വഴി തന്നെ എന്നുള്ള കാര്യം ഇങ്ങനെ സാക്ഷി ഇങ്ങനെ ഓടിച്ചു കേട്ടപ്പോൾ കിട്ടും. ഇനിയിപ്പം വ്യക്തമായിട്ട് നീ കേൾക്കണം എന്തൊക്കെയാ പറഞ്ഞു എന്നുള്ള കാര്യം. അപ്പം ഞാൻ പറഞ്ഞു വെച്ചാൽ ഇവിടെ അതാ പറയുന്നത്. അപ്പം ഇത് എന്നെ അനുഗമിക്കുക എന്ന് പറയുമ്പോൾ ആ ഒരു ക്രൂസിന്റെ വഴി, കർത്താവ് പോയി മരണ പുനരുദ്ധാനങ്ങളുടെ വഴി നമ്മളെപ്പോഴും എപ്പോഴും പറയുന്ന കാര്യം അത്. ഞാൻ തന്നെ വഴിയെന്ന് പറയുമ്പോൾ ആ ഒരു ക്രൂസിന്റെ വഴി, പുതുതും ജീവനുമാകുന്ന വഴി എന്നൊക്കെ നമ്മൾ എന്താ എബ്രായർ 10:19-20 വാക്യത്തിൽ പുതിയതും ജീവനുമായിട്ടുള്ള വഴി എന്ന് പറയുന്നുണ്ട്. ആ ജീവവൃക്ഷത്തിലേക്കുള്ള വഴിയെന്ന് ഉൽപ്പത്തി 3:24 നമ്മൾ വായിക്കുന്നുണ്ട്. ഇടുക്കവും ഞെരുക്കവും ഉള്ള വഴിയെന്ന് മത്തായി 7:13-14 വായിക്കുന്നുണ്ട്. പിന്നെ പോക്കുവഴി പോക്കുവഴി ഉണ്ടാക്കും, പ്രലോഭനം വരുമ്പോൾ പോക്കുവഴി ഉണ്ടാക്കും, വേ ഓഫ് എസ്കേപ്പ് എന്ന് 1 കൊരിന്ത്യർ 10:13 നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ നീതിമാന്റെ പാത അത് പ്രകാശപൂരിതമായിരിക്കും എന്നൊക്കെ, അത് നമ്മളെ അത് നട്ടുച്ച സൂര്യന്റെ പ്രകാശത്തോളം അത് കൂടിക്കൊണ്ടിരിക്കും എന്നൊക്കെ സദൃശ്യവാക്യം 4:18 വായിക്കുന്നുണ്ട്. അപ്പൊ ഈ പാതയാണ് കർത്താവ് പോയ ആ ഒരു ശാശ്വത ജീവന്റെ ആ വഴിയിലേക്ക് എന്നെ നയിക്കണമേ എന്ന് 139 സങ്കീർത്തനത്തിന്റെ 24 വാക്യത്തിൽ വായിക്കുന്നുണ്ട്. എന്നിൽ അങ്ങേ വേദനിപ്പിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? വ്യസനത്തിനുള്ള മാർഗമുണ്ടോ? എന്നെ ശാശ്വത മാർഗത്തിൽ നടത്തണം. ഈ ശാശ്വത മാർഗം എന്താ? കർത്താവ് പോയി മാർഗമാണെന്ന് വെച്ചാൽ, കർത്താവ് ഓരോ സാഹചര്യത്തിലും എൻ്റെ ഇഷ്ടം പോലെ ഒന്നും വേണ്ട, അവിടുത്തെ ഇഷ്ടം പോലെ മതി. ഓരോ സാഹചര്യത്തിലും ചിലപ്പോൾ നമുക്ക് ശരിയാണ്, നമുക്ക് പല കാര്യങ്ങളും നമുക്ക് പ്രാർത്ഥന റിക്വസ്റ്റ് ഉണ്ട്. കർത്താവ് എനിക്ക് അത് വേണേ, എൻ്റെ മക്കൾക്ക് ഇത് കൊടുക്കണേ, എൻ്റെ മരുമകൾക്ക് ഇത് കൊടുക്കണേ, എൻ്റെ കൊച്ചുമകൾക്ക് ഇത് കൊടുക്കണേ, അല്ലെ എൻ്റെ ഭാര്യയ്ക്ക് ഇത് കൊടുക്കണേ, എൻ്റെ ഭർത്താവിന് ഇത് കൊടുക്കണേ, അപ്പനമ്മമാർക്ക്. അത് നമുക്ക് ശരിയാണ്, നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മുടെ മനുഷ്യരാകുമ്പോൾ ഒത്തിരി ആവശ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മുടെ സാഗ്രത കേട്ടുള്ളത് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പ്രാർത്ഥിച്ചു അവസാനം ഇങ്ങനെ അങ്ങ് പ്രാർത്ഥിക്കുക, എൻ്റെ ഇഷ്ടം പോലെ അല്ല കർത്താവ്, അവിടുത്തെ ഇഷ്ടം പോലെ. ശരിയാണ് കർത്താവ്, എനിക്ക് സ്വാഭാവികമായിട്ട് പറയുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ കിട്ടിയാൽ നല്ലതാണ്, അത് കിട്ടിയാൽ നല്ലതാണ്, ഇത് കിട്ടിയാൽ നല്ലതാണ്, അത് ശരിയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവം നമുക്ക് തരുന്ന സ്വാതന്ത്ര്യം അനുസരിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷേ കർത്താവ്, എങ്കിലും കർത്താവ് നമ്മളുടെ ലിമിറ്റഡ് നോളജ് ആണ് ഇപ്പോൾ കണ്ണാടി കടമൊഴി പോലെ കാണുന്നത്. പക്ഷേ എങ്കിലും ഏറ്റവും നല്ലത് എന്താണെന്ന് അങ്ങേക്കേ അറിയാത്തുള്ളൂ. അതുകൊണ്ട് കർത്താവ്, ചിലപ്പോൾ നമ്മൾ പല കാര്യത്തിലും നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ പലതും, കർത്താവ് ഇതുവരെ ഉത്തരം വന്നില്ലല്ലോ, കർത്താവ് ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് അവർ രക്ഷിക്കപ്പെട്ടില്ലല്ലോ, അല്ലെങ്കിൽ ഇവരുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവുണ്ടായില്ലല്ലോ, ആ ഒരു ജോലി കിട്ടിയില്ലല്ലോ, ഇന്നയാളുടെ കല്യാണം നടന്നില്ലല്ലോ, അയ്യോ വീട് ഇനിയിപ്പോൾ പുതുക്കി പണിയണമല്ലോ, അല്ലെങ്കിൽ വേറെ പല കാര്യങ്ങളും ഇനി ചെയ്തു തീർക്കാനുണ്ടല്ലോ. പക്ഷേ കർത്താവെ, എല്ലാം അവിടുന്ന് അറിയുന്നു കർത്താവെ, പ്രാർത്ഥിക്കുന്നു. പക്ഷേ എങ്കിലും കർത്താവെ, എൻ്റെ ഇഷ്ടം പോലെ അവിടുത്തെ ഇഷ്ടം എന്താണോ അത് മാത്രം നടക്കണേ. അങ്ങനെ ആ ഓരോ കാര്യത്തിലും നമ്മളുടെ പ്രായോഗികമായിട്ടുള്ള ജീവിതത്തിൽ നമ്മളെ അലോസരപ്പെടുത്തുന്ന, നമ്മളെ ഭാരപ്പെടുത്തുന്ന എന്തെങ്കിലും പല പല കാര്യങ്ങൾ കാണും. നമ്മുടെ ജോലി സ്ഥലത്തിൽ പല കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്, പല ഉത്തരവാദിത്തങ്ങളുണ്ട്, പലരോട് ഇടപെടാനുണ്ട്. അയ്യോ അവരോട് എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കും, ഇവരോട് എന്ത് ഉത്തരം പറയും, മേലധികാരിയോട് എന്ത് പറയും, കീഴുദ്യോഗസ്ഥരോട് എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കും, അങ്ങനെയൊക്കെ എന്ത് പറയുമ്പോൾ കർത്താവേ, ഇതെല്ലാം കർത്താവെ അവരെയൊക്കെ ഒന്ന് മാറ്റണേ, ഇവരെയൊക്കെ ഒന്ന് മാറ്റണേ കർത്താവെ, അവസാനം എന്നെ തന്നെ മാറ്റണേ. എന്നെ എന്നെ എന്താ പറയണ്ടേന്ന് അറിയത്തില്ല കർത്താവെ. എന്തെങ്കിലും എൻ്റെ ഇഷ്ടം പോലെ കർത്താവെ, ഇതെല്ലാം ഞാൻ പ്രാർത്ഥിക്കുന്നു. അവരുടെ ഹൃദയം കുറച്ചൊന്ന് അലിയുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു കർത്താവെ. ഇവരുടെ ഹൃദയം കുറച്ചൊന്ന് ഒന്ന് ശാന്തമാകുമായിരുന്നു, നല്ലതായിരുന്നു. പക്ഷെ എങ്കിലും കർത്താവെ, അവസാനം അതിഥിയോടെ എന്നെ തന്നെ മാറ്റി കർത്താവെ, എൻ്റെ ഇഷ്ടം പോലെ അവിടുത്തെ ഇഷ്ടം പോലെ. അതാ ക്രൂസിന്റെ വഴി എന്ന് വെച്ചാൽ, നമ്മൾ കർത്താവ്, എൻ്റെ പ്രാർത്ഥന ഈ വിധത്തിൽ കർത്താവ് ഉത്തരം തന്നില്ലെങ്കിൽ ഞാൻ ഇവിടെ നിരാഹാര സത്യാഗ്രഹം ഇരിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അയ്യോ ഞാനെല്ലാം കഴിച്ചോളാവേ എന്നൊക്കെ നമ്മൾ പത്രങ്ങളിൽ വാർത്തയൊക്കെ കാണുന്നത് എന്ത് വേണമെങ്കിലും ഞാൻ കഴിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഓരോ കാര്യത്തിലും ദൈവം ഓരോ സാഹചര്യത്തിൽ ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചു. ദാവീദ് ഒരു ബത്ശീബയുടെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു. അയ്യോ കുഞ്ഞ് ജീവിക്കണം എന്ന് പറഞ്ഞ് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു. കുഞ്ഞ് മരിച്ചുപോയി എന്ന് പിന്നെ ദാവീദ് അങ്ങ് സ്വാഭാവികമായിട്ട് അങ്ങ് മുമ്പോട്ട് പോയി നമ്മൾ വായിക്കുന്നുണ്ട്. പക്ഷേ ദൈവത്തിന് നമ്മൾ പല കാര്യങ്ങളും പ്രാർത്ഥിക്കുന്നു, ശരിയാണ്. അപ്പം ചിലപ്പോൾ ഒരാൾ മരിച്ച ആൾ ഉയർത്തെഴുന്നേക്കണമെന്ന് പറഞ്ഞാൽ പ്രാർത്ഥിച്ചു, കുഴപ്പമൊന്നുമില്ല. പക്ഷേ
ഇനിയിപ്പോൾ ഉയർത്തെഴുന്നേറ്റില്ലെങ്കിലും അയ്യോ കർത്താവ് ഉയർത്തെഴുന്നേൽപ്പിച്ചില്ല അതുകൊണ്ട് ഞാനിനി കർത്താവിനെ വിശ്വസിക്കുന്നില്ലെന്ന് പറയാതിരുന്നാൽ മതി. എന്ത് വേണമെങ്കിലും നിങ്ങൾ പ്രാർത്ഥിച്ചു, പക്ഷേ കർത്താവിനെ ഹൃദയത്തിനായിട്ടങ്ങ് ഏൽപ്പിച്ച് കൊടുത്താൽ മതി. അതാ ക്രൂസിൻ്റെ വഴി. എന്ന് വെച്ചാൽ കർത്താവെ എനിക്ക് ഹൃദയത്തിൽ അവിടെ നിന്ന് തരുന്ന ആഗ്രഹങ്ങളൊക്കെ ഞാൻ പ്രാർത്ഥിക്കുന്നു, പക്ഷേ കർത്താവ് പലതും എൻ്റെ തന്നെ ജഡത്തിൻ്റെ ആഗ്രഹമാണോ ഹൃദയത്തിന്, പക്ഷേ കർത്താവിൽ തന്നെ രസിച്ചു കൊള്ളുക, നിന്റെ ജഡത്തിൻ്റെ ആഗ്രഹങ്ങൾ നിവർത്തിക്കുന്നതാണ് അവർ പറയുന്നത്. എൻ്റെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങൾ, അതായത് ആ സങ്കീർത്തനം 37:4 നമ്മളുടെ ജഡത്തിന്റെ ആഗ്രഹങ്ങൾ, നമ്മുടെ സ്വയത്തിൻ്റെതായിട്ടുള്ള പല ആഗ്രഹങ്ങളുണ്ട്. നമ്മുടെ ഹൃദയം എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവിനെ കുറിക്കുന്ന വാക്കായിട്ടാണ് പൊതുവെ ഹൃദയം ആത്മാവിനെയും ദേഹിയും കുറിക്കുന്ന വാക്കായിട്ട് ഉപയോഗിക്കുന്ന ഇടങ്ങളുണ്ടെന്ന ഇവിടെ സങ്കീർത്തനം 37:4 യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക, അവ ഹി വിൽ ഫുൾഫിൽ ദ ഡിസൈർസ് ഓഫ് എ ഹാർട്ട്. അവൻ നിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങൾ, നിന്റെ ആത്മാവിലുള്ള ആഗ്രഹങ്ങൾ. ഇപ്പൊ ചില സമയത്ത് ഈ ആത്മാവും ജഡമൊക്കെ ഇങ്ങനെ ചേർന്നിരിക്കുന്നതുകൊണ്ട് ജഡത്തിന്റെ പ്രോപ്പറായിട്ടുള്ള ചീന്തലൊന്നും അധികം നന്നായിട്ട് നടക്കാത്തത് കൊണ്ട് നമുക്ക് ജഡത്തിലെ ആഗ്രഹം ചിലപ്പോൾ ഹൃദയത്തിന്റെ ആഗ്രഹമായിട്ട് തോന്നും. അപ്പോൾ നമ്മൾ അത് പ്രാർത്ഥിച്ചിട്ടും കിട്ടിയില്ല, അത് പ്രാർത്ഥിച്ചിട്ടും കിട്ടിയില്ല. പക്ഷേ കർത്താവ്, ഞാൻ കർത്താവിൽ തന്നെ സന്തോഷിക്കുവാൻ രസിച്ചുകൊണ്ടിരിക്കുക, എന്നിട്ട് കർത്താവ് എനിക്ക് ഈ ഹൃദയത്തിന്റെ ആഗ്രഹം, അത് ചിലപ്പോൾ അത് ജഡത്തിന്റെ ആഗ്രഹമായിരിക്കും. പക്ഷേ കർത്താവിൽ തന്നെ സന്തോഷിച്ചുള്ള ഹൃദയത്തിന്റെ ആത്മാവിലുള്ള പരിശുദ്ധാത്മ വരുന്ന ആഗ്രഹങ്ങളൊക്കെ കർത്താവ് നിവർത്തിച്ചുകൊള്ളും, ആ ഒരു കാര്യം. അപ്പം അതാണ് എന്നെ അനുഗമിക്കുക എന്ന് പറയുമ്പം ഈ ഒരു കർത്താവിന്റെ ഹിതത്തിനായിട്ട് ഏൽപ്പിച്ചു കൊടുത്ത് കർത്താവിന്റെ ഇഷ്ടം ചെയ്യുന്ന ആ ഒരു കർത്താവിനെ അനുഗമിക്കുന്ന ആ ഒരു ക്രൂസിന്റെ വഴി. അപ്പം അങ്ങനെ പത്രോസ് തിരിഞ്ഞ്, അപ്പം പത്രോസിന് എന്നെ അനുഗമിക്കാനൊക്കെ പറയുന്നത് എന്നെ ക്രൂശിക്കുമെന്നോ ഏതാണ്ടൊക്കെ അരകിട്ടി എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടത്തും എന്നൊക്കെ പറയുന്നു, എനിക്ക് ഇഷ്ടമില്ലാത്ത വഴിയൊക്കെ കൊണ്ടുപോകുന്നു പറയുന്നത്. ഇവിടെ ഒരുത്തനെ എൻ്റെ കൂടെ ഇരിപ്പുണ്ട്. അവനാരാ? കർത്താവിനെ മാർവി ചാരി ഇരുന്ന് വലിയ കർത്താവിനോട് ഇന്റിമസി പറഞ്ഞ ആള്. അവന്റെ കാര്യം എന്താവും? അതാണ് പത്രോസ് $1,000,000 ക്വസ്റ്റ്യൻ. അത് 20-ാമത്തെ വാക്യത്തിൽ പത്രോസ് തിരിഞ്ഞ് യേശു സ്നേഹിച്ച ശിഷ്യൻ പിൻചെല്ലുന്നത് കണ്ട്. യേശു സ്നേഹിച്ച ശിഷ്യൻ, അവിടെയും യോഹന്നാൻ ഐഡന്റിറ്റിയിലേക്ക് മറച്ചു വെച്ചു. യോഹന്നാൻ ഇങ്ങനെ ഒരു വലിയൊരു പ്ലക്കാർഡൊക്കെ പിടിച്ചുകൊണ്ട് എന്നെ ആരും കാണല്ലേ, യേശു സ്നേഹിച്ച ശിഷ്യൻ. യേശു സ്വന്തമായിട്ടൊരു ഐഡന്റിറ്റി ഒന്നും എനിക്ക് പറയാനില്ല. യേശു സ്നേഹിച്ച ശിഷ്യൻ, അത്രയുള്ള എൻ്റെ ഐഡന്റിറ്റി. എൻ്റെ പേരെന്ന് പറഞ്ഞാൽ എന്താ? യേശു സ്നേഹിച്ച ശിഷ്യൻ. എനിക്കൊന്ന് റിച്ചാർഡ് ഉംബ്രാണ്ട് എന്ന് പറഞ്ഞൊരു ദൈവമനുഷ്യൻ റൊമേനിയയിലെ വർഷങ്ങളോളം അവിടെ അദ്ദേഹം കാരാഗൃഹത്തിലായിരുന്നപ്പം അദ്ദേഹത്തിൻ്റെ ഒരു ജീവിത അനുഭവം, അത് ഒരു യൂട്യൂബ് വീഡിയോ ആയിട്ട് ഒരു സഹോദരനെ വിഷയങ്ങളും. അതെ അല്ലേ? അതെ 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 അതെ. അപ്പൊ അദ്ദേഹം ഈ ഒത്തിരി ആ ഇരുട്ടറയിലെ സോളിറ്റ്യൂഡിൽ ഏകാന്ത തടവിൽ ഒരുപാട് വർഷങ്ങളിൽ ആയി കഴിഞ്ഞിട്ട് ഒരു ദിവസം അതെ അതെ ഒരു ദിവസം കർത്താവിൻ്റെ ഒരു ശബ്ദം, കർത്താവ് തന്നോട് സംസാരിക്കുന്ന ഒരു സ്വരം കേൾക്കുന്നു. അപ്പോൾ കർത്താവ് എന്നോട് വലിയ കാര്യം എന്തുവാ ചോദിക്കുന്നതെന്ന് അതാൻ വിചാരിച്ചു. പക്ഷേ കർത്താവ് ചോദിക്കുന്നത് നിന്റെ പേരെന്താ എന്നുള്ള കാര്യമാണ്. വാട്ട് ഈസ് യുവർ നെയിം? അപ്പോഴാ യുനോ ഉംബ്രാണ്ട് പറയുന്ന, ലോർഡ് ഐ ഡോണ്ട് ഹാവ് എനി നെയിം, ഐ വിൽ ടേക്ക് യുവർ നെയിം, സംതിങ് ലൈക്ക് ദാറ്റ്. എൻ്റെ എക്സാക്റ്റ് ആയിട്ട് ഞാൻ ഓർക്കുന്നില്ല. അതായത് ഉമ്രാണ്ട് അങ്ങ് അത്രമാത്രം അങ്ങ് തൻ്റെ ആ സ്വയജീവൻ അതുപോലെ അങ്ങ് നുറുക്കപ്പെട്ടു. ഇതെൻ്റെ പേരെന്താന്ന് ചോദിക്കുമ്പോൾ കർത്താവ്, എനിക്ക് നിന്റെ പേരൊന്നുമില്ല, എനിക്കിനി അങ്ങയുടെ പേരേ ഉള്ളൂ, ഐ വിൽ ടേക്ക് യുവർ നെയിം, എനിക്ക് എൻ്റെ പേരായിട്ടൊന്നും ഇല്ല എന്ന് പറയുന്നത് പോലെ ആ ഒരു, അതാ യേശു സ്നേഹിച്ച ശിഷ്യൻ. യേശു സ്നേഹിച്ച ശിഷ്യൻ എന്നുള്ള ആ ഒരു പദപ്രയോഗം നമ്മൾ ഇവിടെ വചനത്തിൽ ഉടനീളം കാണുന്ന കാര്യം നമുക്കറിയാം. യോഹന്നാൻ 13:23 ആദ്യം നമ്മൾ വായിക്കുന്ന ആ അന്ത്യത്താഴത്തിൽ കർത്താവിൻ്റെ മറുപടി ചാരിയിരിക്കുന്ന യോഹന്നാൻ അപ്പോസ്തലൻ യോഹന്നാൻ 13:23 നമ്മൾ വായിക്കുന്നുണ്ട്. പിന്നെ 20-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ അവിടെ മാത്രം യേശു പ്രിയപ്പെട്ട ശിഷ്യൻ എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഫിലിയോ എന്നുള്ള വാക്ക യേശുവിന് പ്രിയനായ മറ്റേ ശിഷ്യനെയും യോഹന്നാൻ 20:2 അവിടെയും യേശു സ്നേഹിച്ച്. ഇംഗ്ലീഷിൽ എല്ലായിടത്തും ഒരുപോലെ തന്നെ, അവിടെ തന്നെ ഗ്രീക്കിൽ പക്ഷേ അഗപ്പാവോ എന്നുള്ളത് ബാക്കിയുള്ള എല്ലായിടത്തും, ഇവിടെ ഫിലയോ. അവർ രണ്ട് വാക്ക് പരിശുദ്ധത്വം ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ളത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എല്ലാം ഒന്ന് തന്നെ, യേശു സ്നേഹിച്ച പ്രിയപ്പെട്ട ശിഷ്യൻ. പിന്നെ അപ്പം നമ്മൾ യോഹന്നാൻ 13:23 കണ്ടു, യോഹന്നാൻ 20:7 കണ്ടു, പിന്നെ യോഹന്നാൻ 21:7 അവിടെ കടൽക്കരയിൽ എന്താണ് യേശു സ്നേഹിച്ച ശിഷ്യനാണ് ഇത് കർത്താവാകുന്നതെന്ന് പറയുന്നത്. പിന്നെയും ഇവിടെ 20-ാമത്തെ വാക്യത്തിൽ 21-ാം അധ്യായത്തിന് 20-ാമത്തെ വാക്യത്തിൽ പത്രോസ് തിരിഞ്ഞ് യേശു സ്നേഹിച്ച ശിഷ്യൻ പിൻചെല്ലുന്നത് കണ്ടു. അപ്പോൾ അത്താഴത്തിൽ അവൻ്റെ നെഞ്ചോട് ചാഞ്ഞുകൊണ്ട്, കർത്താവേ നിന്നെ കാണിച്ചു കൊടുക്കുന്നവൻ ആരെന്ന് ചോദിച്ചത് ഇവൻ തന്നെ, ഇത് അവൻ തന്നെ, ഇത് ഇവൻ തന്നെ എന്നൊക്കെ ഒന്നുകൂടെ ഒന്ന് ഉറപ്പിച്ച് പറയുവാണ്. യോഹന്നാൻ 13:23 പറഞ്ഞ കാര്യം ഇതാ അദ്ദേഹം തന്നെയാണ്. ഇദ്ദേഹം 21-ാമത്തെ വാക്യം, അവനെ പത്രോസ് കണ്ടിട്ട്, കർത്താവേ ഇവനെന്ത് ഭവിക്കും, എന്നെ എങ്ങനെ ഇഷ്ടമില്ലാത്തടത്തേക്ക് കൊണ്ടുപോകുന്നൊക്കെ നീ പറയുന്നു വലിയ കാര്യത്തെ, ഇവന്റെ കാര്യം കൂടെ പറ എനിക്ക്. അതെ വെച്ചാൽ ഈ എന്താണ് പറയുന്നത്, ഈ ക്ലാസ്സിൽ മാർക്ക് കിട്ടുമ്പോൾ
അയ്യോ എനിക്കൊരു അരമാർക്ക് കുറച്ച്, മറ്റേയാൾക്ക് എത്ര മാർക്ക് കുറച്ച്, ഓ 3/4 മാർക്ക് കുറച്ച്, അപ്പൊ സമാധാനമായി. അപ്പൊ നമ്മൾ ഈ റാങ്കിനായിട്ടൊക്കെ ഇങ്ങനെ ഭയങ്കര ടഫ് കോമ്പറ്റീഷനുള്ള ക്ലാസ്സുകളിലൊക്കെ ഓ എനിക്ക് എനിക്ക് കുറച്ച് അത്രയേ ഉള്ളൂ, അപ്പം മറ്റേയാൾക്ക് അതിൽ കൂടുതൽ പറഞ്ഞിട്ടുണ്ട്, അതേ പിന്നെ സമാധാനം എന്ന് പറയുന്നത് പോലെ അവൻ്റെ കാര്യം എന്താ, അവൻ്റെ മാർക്ക് എത്ര, അപ്പൊ കർത്താവ് പറയുന്നത് നീ അവൻ്റെ ഇവൻ്റെ ഒന്ന് മാർക്ക് നോക്കണം, നിനക്ക് എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ടെന്ന് നോക്കുക, അതാ കർത്താവ് പറയുന്നത്. കർത്താവ് ഇവനെന്ത് ഭവിക്കുന്ന യേശുവിനോട് ചോദിച്ചപ്പോൾ 22-ാമത്തെ വാക്യത്തിൽ യേശു അവനോട് ഞാൻ വരുവോളം ഇവൻ ഇരിക്കണമെന്ന് എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് നിനക്കെന്ത്? കർത്താവ് രണ്ടാമത് വരുവോളം തന്നെ ഇനിയിപ്പം 2000 വർഷം ഇവന് ആയുസ് കൊടുത്താലും നിനക്ക് എന്തുവാ? നിന്റെ മരണത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു, അപ്പം ഇവന് ഇനിയിപ്പം വലിയ ദീർഘായുസ് അങ്ങ് ഇരിക്കുവാണെന്ന് തന്നെ ഇരിക്കട്ടെ, നീ അതിൻ്റെ കാര്യം നീ എന്നെ അനുഗമിക്കുക, യു മൈൻഡ് യുവർ ബിസിനസ് എന്ന് പറയുന്നതാണൊക്കെ, യു ഫോളോ മീ. അവിടെ ആ 19-ാമത്തെ വാക്യത്തിൽ എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞ് പിന്നെ 22-ാമത്തെ വാക്യത്തിൽ വീണ്ടും എന്നെ അനുഗമിക്കുക. കർത്താവ് എൻ്റെ ആ വാക്കുകൾ പത്രോസ് അവസാനം ക്രൂശിക്കപ്പെടുമ്പോഴൊക്കെ എന്നെ അനുഗമിക്കുവിൻ, അല്ലെങ്കിൽ പത്രോസ് പല ഘട്ടങ്ങളിലൂടെയൊക്കെ തൻ്റെ ജീവിതത്തിൽ കടന്നു പോകുമ്പോഴും പല വീഴ്ച കാഴ്ചകളിലൂടെയൊക്കെ കടന്നു പോകുമ്പോഴും കർത്താവ് എന്നെ അനുഗമിക്കും, എന്നെ അനുഗമിക്കുന്നു വീണ്ടും വീണ്ടും ആ 19-ാമത്തെ വാക്യത്തിലും 22-ാമത്തെ വാക്യത്തിൽ യു ഫോളോ മീ എന്ന് പറഞ്ഞ കാര്യം എന്ന് അന്ന് പറഞ്ഞ കാണും. 22-ാമത്തെ വാക്യം പത്രോസിന്റെ മനസ്സിൽ അത് ഹൃദയത്തിൽ വീണ്ടും അത് മുഖരിതമാകാൻ വേണ്ടി, വീണ്ടും അത് റെസണേറ്റ് ചെയ്യാൻ വേണ്ടി, അത് എക്കോ ചെയ്യാൻ വേണ്ടി വീണ്ടും കർത്താവ് അത് ആവർത്തിച്ച് പറയുക എന്ന് പറഞ്ഞാൽ പലരുടെയും മറ്റു സഹോദരങ്ങളുടെ അയ്യോ അവന്റെ ജീവിതത്തിൽ അത്ര കഷ്ടതയില്ലല്ലോ, എൻ്റെ ജീവിതത്തിൽ മാത്രം എന്ത് ഇത്ര കഷ്ടത, ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് വിശ്വാസം വന്ന് അവര് ഈ കഷ്ടത്തിലൂടെ പോയില്ലല്ലോ, എൻ്റെ ജീവിതത്തിൽ മാത്രം. ഇപ്പം സ്ത്രീകൾ നോക്കുമ്പോൾ സ്ത്രീകളുടെ കൂടെ വേറെ ഒത്തിരി കൂട്ടുകാരികളും ഉണ്ടായിരുന്നു, അവർക്കൊന്നും ഇല്ലാത്ത കഷ്ടത കർത്താവ് എനിക്ക് എന്താ വെച്ചാൽ അവരെക്കാട്ടിലും കൂടുതലൊരു പദ്ധതി മോളെ നിന്നെക്കുറിച്ച് ഉണ്ടെന്ന് പറഞ്ഞതുപോലെ. ഞാൻ അവർക്ക് കുറച്ച് പദ്ധതിയൊന്നും നല്ല കേട്ടോ പറയുന്നത്, അവർക്ക് ദൈവത്തിന് അവരെക്കുറിച്ച് എല്ലാം നല്ല പദ്ധതികളുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു വെച്ചാൽ നമ്മൾ ഓരോരുത്തരെക്കുറിച്ചും എന്ന് പറഞ്ഞ ഈ കൂടുതൽ ഹീറ്റ് ആൻഡ് പ്രഷറിലൂടെ കടത്തിവിടുന്ന മെറ്റലാണ് അങ്ങ് 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 ഉയരങ്ങളിൽ പറക്കാനായിട്ട് വിമാനങ്ങളൊക്കെ പറത്താൻ ഉപയോഗിക്കുന്ന ഡുറാലുമിൻ, വിമാനങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ആ മെറ്റൽ ഡുറാലുമിൻ പോലെയുള്ള മെറ്റലൊക്കെ ഉണ്ടാക്കണമെങ്കിൽ അതുപോലെ ഹൈ പ്രഷർ ടെമ്പറേച്ചറിലൂടെ കടത്തി വേണം. ചില കളിപ്പാട്ടങ്ങളും കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ളതൊക്കെ ആണെങ്കിൽ ചെറിയ ചെറിയ മാലിബിലിറ്റി മതി അതിന്, അത്രയൊക്കെ എന്ന് പറഞ്ഞ അതുപോലെ ദൈവത്തിന് ഓരോരുത്തരുടെയും ജീവിതത്തിൽ പിന്നെ ദൈവത്തിന് തന്നെ പല പ്രത്യുമാനെ കുറിച്ചും ദൈവത്തിന് പല പദ്ധതികളായിരിക്കും. നമ്മുടെ സാഗ്ബേദിനെ കേട്ടിട്ടുള്ള ഒരു എക്സാമ്പിൾ ഉണ്ട്. അതായത് യോസെഫിന്റെ ആരംഭ ജീവിതത്തിലെല്ലാം വലിയ കഷ്ടമായിരുന്നു, അവസാനം അവൻ കൊട്ടാരത്തിലായിരുന്നു. എന്നാൽ മോശയുടെ കാര്യം നോക്കുമ്പോൾ മോശയുടെ ആരംഭ ജീവിതത്തിലുള്ള കൊട്ടാരത്തിലായിരുന്നു, അവസാനം മരുഭൂമിയിലായിരുന്നു. ആ മരുഭൂമിയിലായിരുന്നു എന്ന് പറഞ്ഞ പോലെ. അപ്പം നമ്മളുടെ ഓരോരുത്തരുടെയും സിലബസ് വ്യത്യാസമായിരിക്കും. പക്ഷേ എന്തായാലും കർത്താവെ അവിടുത്തെ ഇഷ്ടം എന്താണോ അത് ഏത് നീണ്ട നടയോ കുറുതോ പാരം വലഞ്ഞോടുന്നതും എന്ത് നിന്റെ ഹിതം പോലെ തന്നെ നിത്യം നടത്തണമെന്ന് നമ്മൾ പാട്ടിൽ പാടുന്നത് പോലെ. അത് കഴിഞ്ഞിട്ട് അപ്പൊ ഇങ്ങനെ ഞാൻ വരുന്നിടം വരെ നീ ഇരിക്കുവാണെങ്കിൽ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, അപ്പൊ ആകയാൽ ആ ശിഷ്യം മരിക്കുകയില്ല എന്നൊരു ശ്രുതി. ആൾക്കാർ എന്തെങ്കിലും കേൾക്കാനിരിക്കുമല്ലേ, എന്തെങ്കിലും ഒന്ന് പറഞ്ഞത്, എന്തെങ്കിലും ഒന്ന് ആരോ ഛർദ്ദിച്ചപ്പോൾ എന്തൊരു കറുപ്പ് നിറം ഉണ്ടായിരുന്നു, പറഞ്ഞപ്പോൾ അവസാനം അയാൾ കാക്കയെ ഛർദ്ദിച്ചെന്ന് പറഞ്ഞുണ്ടാക്കി എന്ന് പറഞ്ഞതുപോലെ കർത്താവ് അങ്ങനെ ആണെങ്കിൽ നിനക്ക് എന്താന്ന് ചോദിച്ചു. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഇവൻ ഇനി മരിക്കത്തേ ഇല്ല. അത് മാത്രമല്ല ബാക്കി എല്ലാ ശിഷ്യന്മാരും ഒക്കെ ബാക്കി അപ്പോസ്തലന്മാരെല്ലാം മരിച്ചുകൊണ്ടേ ഇരിക്കുന്നത്, യോഹന്നാൻ മാത്രം എന്ത് ചെയ്യും? 90 വയസ്സായിട്ട് മരിക്കാതിരിക്കുന്നത്. അപ്പൊ ഇനിയിപ്പം ഇവൻ മരിക്കത്തില്ലായിരിക്കും എന്നൊരു ശ്രുതിയൊക്കെ. പക്ഷെ അതേ യോഹന്നാൻ തന്നെ അതല്ല പറഞ്ഞെന്നുള്ള കാര്യമാണ്. യോഹന്നാൻ 90 വയസ്സിന് ശേഷം അത് എഴുതുന്നത്. അപ്പൊ ഞാൻ മരിക്കത്തില്ലെന്നൊന്നും അല്ല കർത്താവ് പറഞ്ഞേ എന്ന് യോഹന്നാൻ തന്നെ ഇത് പറയുക. ആകയാൽ ആ ശേഷം മരിക്കയില്ല എന്നൊരു ശ്രുതി സഹോദരന്മാരുടെ ഇടയിൽ പരന്നു. യേശുവോ അവൻ മരിക്കയില്ല എന്നല്ല, ഞാൻ വരുവോളം അവൻ ഇരിക്കണം എന്ന് എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് നിനക്ക് എന്ത് എന്നത്രേ അവനോട് പറഞ്ഞു. അങ്ങനെ ഉണ്ടെങ്കിൽ, ഒരു സപ്പോസ് അങ്ങനെ ആണെങ്കിലും നിനക്ക് നീ അതിന്റെ കാര്യം, മറ്റുള്ളവരുടെ കാര്യത്തെക്കുറിച്ച് നീ പറയണ്ട, നിന്റെ കാര്യം നീ നോക്ക് എന്നുള്ളൊരു കാര്യം. അത് കഴിഞ്ഞിട്ട് ഈ ശിഷ്യൻ ഇതിനെക്കുറിച്ച് സാക്ഷ്യം പറയുന്നവനും. അപ്പൊ ഈ ശിഷ്യൻ ആരാന്ന് ചോദിച്ചാൽ ഇത് എഴുതുന്ന ഈ ശിഷ്യൻ തന്നെയാണെന്ന് പറയുക. 24-ാമത്തെ വാക്യത്തിൽ ഈ ശിഷ്യൻ ഇതിനെക്കുറിച്ച് സാക്ഷ്യം പറയുന്നവനും ഇത് എഴുതിയവനും ആകുന്നു, അവന്റെ സാക്ഷ്യം സത്യമെന്ന് ഞങ്ങൾ അറിയുന്നു. അവന് സത്യമായിട്ടുള്ള കാര്യമാണ് സാക്ഷ്യം പറയുന്നത് എന്നുള്ള കാര്യം. ഇത് ഇത്രയും 21 അധ്യായങ്ങൾ ഇത്രയും വലിയൊരു സുവിശേഷമൊക്കെ എഴുതിയിട്ട് ഇത് സത്യമാണ്, അത് യോഹന്നാൻ എഴുതിയില്ലെങ്കിൽ നമുക്കറിയാം സത്യമാണെന്ന്. പരിശുദ്ധാത്മാ കൂടെ അരക്കിട്ട് ഉറപ്പിച്ചുകൊണ്ട് ഇത് സത്യമാണ് പറയുന്നത് എന്നുള്ള കാര്യം വീണ്ടും വീണ്ടും പറയുക. ഇതേ കാര്യം, ഇതേപോലൊരു വാക്യം നമ്മൾ 20-ാം അധ്യായത്തിന് അവസാനവും വായിക്കുന്നുണ്ട് അല്ലേ? 20-ാം അധ്യായത്തിന്റെ അവസാനം എന്താ വായിക്കുന്നത്? 31-ാമത്തെ വാക്യത്തിൽ 20-ാം അധ്യായത്തിന് 31 എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട്
അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിന് ഇത് എഴുതിയിരിക്കുന്നു. അപ്പോൾ ഇത് എഴുതിയിരിക്കുന്നതിന് ഉദ്ദേശമൊക്കെ വീണ്ടും അവസാനത്തോളം വരുമ്പോൾ ഒന്നുകൂടെ എടുത്ത് പറഞ്ഞ് ഇത് സത്യമാകുന്നു, ഇത് എന്താ അവന്റെ സാക്ഷ്യം സത്യമാകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ഒരു വാക്യം കൂടെ പറഞ്ഞ് നമ്മുടെ യോഹന്നാന്റെ സുവിശേഷം അങ്ങ് തീരുക. 25-ാമത്തെ വാക്യം, യേശു ചെയ്തത് മറ്റു പലതും ഉണ്ട്, അത് ഓരോന്നായിട്ട് എഴുതിയാലേ എഴുതിയ പുസ്തകങ്ങൾ ലോകത്തിൽ തന്നെയും ഒതുങ്ങുകയില്ല എന്ന് ഞാൻ നിരൂപിക്കുന്നു. ഐ സപ്പോസ് അതൊരു നിരൂപിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു അതിശയോക്തി ഉണ്ടെന്ന് വെച്ചാൽ അവിടെ ഒരു ഞാൻ ചിന്തിക്കുന്നു എന്ന് പറയുമ്പോൾ കർത്താവിന്റെ എന്താ പറയുക, ആ ശുശ്രൂഷയുടെ സമയത്ത് ചെയ്ത കാര്യങ്ങൾ, കർത്താവിന്റെ ജീവിതത്തിലുടനീളം സംഭവിച്ച കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവ് എനിക്ക് ഏറ്റവും പ്രേരണ നൽകിയ, ക്ലാരിറ്റി നൽകിയ പല കാര്യങ്ങൾ യോഹന്നാൻ എഴുതി വെച്ചിട്ട് പറയുക. ഇനിയും ഒത്തിരി കാര്യങ്ങൾ അത് വേറൊരു ആംഗിളിലൂടെ കണ്ടത് യേശു ചെയ്തതൊക്കെ എന്ന് പറഞ്ഞാൽ യേശു ഇന്നും ചെയ്തുകൊണ്ടിരിക്കുക. എവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമ്മളുടെ ജീവിതത്തിലൂടെ കർത്താവ് ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികളുണ്ട്. അതെല്ലാം കൂടി എഴുതാന്ന് പറഞ്ഞാൽ ഇതൊന്ന് ഈ ഇവിടെ ലോകത്തെ എവിടെ എല്ലാ പുസ്തകങ്ങളും അങ്ങനെയുള്ള പുസ്തകങ്ങളിലും ലോകത്തിൽ ഇന്ന് ഒതുങ്ങിയില്ല. നമ്മൾ ഈ അപ്പോസ്തലപ്രവൃത്തികളുടെ അവസാനത്തെ അധ്യായത്തിന് അവസാനത്തെ വാക്യം കൂടെ വായിച്ച് നമുക്കിവിടെ നമ്മൾ യോഹന്നാന്റെ സുവിശേഷം, ദൈവത്തിന്റെ എത്ര വലിയൊരു കൈയെഴുത്തായിട്ടുള്ള ഒരു സുവിശേഷം. വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ ബൈബിളിലേക്ക് വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകം ഏതാണെന്ന് ചോദിച്ചാൽ യോഹന്നാന്റെ സുവിശേഷമാണ്. എന്നാൽ ഓഫ് കോഴ്സ് പലർക്ക് പല ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും. അത് ഞാൻ അപ്പോസ്തലപ്രവൃത്തി 28 അധ്യായങ്ങളാണ്. അതിന് അവസാനത്തെ വാക്യത്തിലും അവിടെ നമ്മൾ വായിക്കുന്നേ അൺഹിൻഡേർഡ് എന്നുള്ളൊരു വാക്ക. അവസാനം വിഘ്നം കൂടാതെ ദൈവരാജ്യം പ്രസംഗിച്ചും കർത്താവ് യേശു ക്രിസ്തുവിനെ ഉപദേശിച്ചും പോന്നു. അൺഹിൻഡേർഡ്, ആ ഒരു ഇംഗ്ലീഷിൽ അത് അൺഹിൻഡേർഡ് വിത്ത് ഓൾ ഓപ്പൺനെസ്, അൺഹിൻഡേർഡ്, വിഘ്നം കൂടാതെ എന്നുള്ള വാക്ക അങ്ങനെ അവസാനത്തെ വാക്കായിട്ടുള്ള. അത് പൗലോസിന്റെ ആ ഒരു ശുശ്രൂഷയാണ് നമ്മളിവിടെ വായിക്കുന്നത്. അപ്പൊ വിഘ്നം കൂടാതെ ഇന്നും ആ വിഘ്നം കൂടാതെ യേശു ചെയ്ത പ്രവർത്തികളാ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ എഴുതിയ യേശു പിന്നെ തുടർന്ന് ചെയ്ത പ്രവർത്തികളാ അപ്പോസ്തല പ്രവർത്തികളിൽ നമ്മൾ വായിക്കുന്നത്. നമ്മൾ പറയാറുണ്ട് അല്ലേ? നമ്മളവിടെ അപ്പോസ്തല പ്രവർത്തികൾ, ഇത് അപ്പോസ്തല പ്രവർത്തികൾ 28 അവസാനം നമ്മൾ വായിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പോസ്തല പ്രവർത്തികളെ കുറിച്ച് അപ്പോസ്തല പ്രവർത്തികളിൽ കർത്താവ് അപ്പോസ്തല പ്രവർത്തികളുടെ 1-ാം അധ്യായത്തിന് 1-ാമത്തെ വാക്യത്തിൽ എന്താ വായിക്കുന്നത്? തിയോഫിലോസെ, ഞാൻ എഴുതിയ 1-ാമത്തെ ചരിത്രം എന്ന് പറഞ്ഞാൽ ലൂക്കോസിന്റെ സുവിശേഷം, യേശു തെരഞ്ഞെടുത്ത അപ്പോസ്തലന്മാർക്ക് പരിശുദ്ധാത്മാവിനാൽ കൽപ്പന കൊടുത്തിട്ട് ആരോഹണം ചെയ്ത് നാൾ വരെ അവൻ ചെയ്തു ഉപദേശിച്ചു തുടങ്ങിയ സകലത്തെയും കുറിച്ചായിരുന്നുവല്ലോ. അപ്പം അവൻ ചെയ്തു ഉപദേശിച്ചും തുടങ്ങിയ കാര്യങ്ങൾ, വാട്ട് ജീസസ് ബിഗാൻ ടു ഡു ആൻഡ് ടീച്ച്, അതാണ് ലൂക്കോസിന് സുവിശേഷം. അപ്പോസ്തല പ്രവൃത്തികൾ പറഞ്ഞാൽ വാട്ട് ഹി കണ്ടിന്യൂ ടു ഡു ആൻഡ് ടീച്ച്, കർത്താവ് ശിഷ്യന്മാരിലൂടെ തുടർന്നും ചെയ്തു. അതാണ് നമ്മൾ ആ ഒരു യോഹന്നാൻ 21-25 നമ്മൾ കർത്താവ് ചെയ്ത പ്രവർത്തികൾ എന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ 33 വർഷക്കാലം കർത്താവ് ചെയ്ത പ്രവർത്തികളുണ്ട്. ഇന്നും കർത്താവ് നമ്മളിലൂടെ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ദൈവമക്കളിലൂടെ ചെയ്ത പ്രവർത്തികൾ അതെല്ലാം കൂടെ എഴുതിയാൽ ലോകത്തിലെ പുസ്തകങ്ങളൊന്നും മതിയാവത്തില്ല. എന്നാൽ പിന്നെ വായിച്ചാലും തീരാത്തൊരു സുവിശേഷമായിട്ട് നമ്മൾ ഇത്രയെല്ലാം വളരെ പതുക്കെ ആ സുവിശേഷം പോയിട്ടുള്ളെങ്കിൽ പോലും ഇനി എത്രയോ ആഴങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിലുണ്ട്. നമ്മളെ ഇനിയും സഹായിക്കട്ടെ. നമ്മളിന്ന് പല കാര്യങ്ങൾ കേട്ടു. നമ്മൾ കർത്താവിനുള്ള സ്നേഹമാണ് ശിഷ്യത്വത്തിൻ്റെ ആ ഒരു മൂലഘടകം എന്നുള്ള കാര്യവും, എല്ലാത്തിലും ഉപരി കർത്താവിനെ സ്നേഹിക്കുന്ന കാര്യം, അതാണ് ശുശ്രൂഷയ്ക്കുള്ള ക്രൈറ്റീരിയൻ, മാനദണ്ഡം എന്നുള്ള കാര്യവും, സ്നേഹം ഉണ്ടെങ്കിൽ എല്ലാം ഉണ്ടെന്നുള്ള കാര്യമൊക്കെ നമ്മൾ കണ്ടു. പരിശുദ്ധാത്മ നമ്മുടെ ആത്മാവിലേക്ക്, കർത്താവിൻ്റെ തേജസ്കരണത്തിന് ശേഷം ആത്മാവിലേക്ക് പെന്തക്കോസ്ത് നാളിൽ വന്നെന്നുള്ള കാര്യമൊക്കെ ആദ്യം നമ്മൾ കണ്ടായിരുന്നു. പിന്നെ ആ സ്നേഹത്തിൻ്റെ കാര്യം, എല്ലാത്തിലും മേലെയാണ് സ്നേഹം എന്നുള്ള കാര്യം നമ്മൾ കണ്ടു. പിന്നെ ആ ക്രൂസിൻ്റെ വഴി നമ്മൾ കണ്ടു. ആ ഒരു നമുക്ക് ഇഷ്ടമില്ലാത്ത ഇടങ്ങളിലേക്ക് കർത്താവ് നയിക്കുന്നൊരു കാര്യം, അത് നമ്മൾ ആ എഹെസ്കേലിലെ ആ ഒരു മുട്ടോളവും നരിയാണിയോളം മുട്ടോളവും അരയോളവും എല്ലാം നീന്തിയിട്ടല്ലാതെ എന്ന് പറഞ്ഞതുപോലെ നമുക്ക് ഇഷ്ടമില്ലാത്ത ഇടങ്ങളിലേക്ക്, സ്വാഭാവികമായിട്ട് ഇഷ്ടമില്ലാത്ത ഇടങ്ങളിലേക്ക് പോകുന്ന ആ ഒരു കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ കണ്ടു. പിന്നെന്താ, കർത്താവ് നമ്മളോട് പറയുന്ന ഒരു എന്നെ അനുഗമിക്കുവിൻ എന്ന് പറഞ്ഞിട്ട് വീണ്ടും അവനെന്താവും ഇവനെന്താവും എന്ന് ചോദിച്ചിട്ട് പിന്നെയും നീ എന്നെ അനുഗമിക്കുവിൻ എന്ന് വീണ്ടും പറയുന്ന ആ കർത്താവിനെ കണ്ടു. പലരെ കുറിച്ച് അവരുടെ ജീവിതത്തിൽ കർത്താവ് ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയല്ലോ. അയ്യോ കർത്താവ്, എൻ്റെ ജീവിതത്തിൽ എന്താ ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരാത്തെ? നമുക്ക് പല ചോദ്യങ്ങൾ കാണും. കർത്താവേ, യു ഫോളോ മീ, അത് എന്തെങ്കിലും ആയിക്കോട്ടെ, മറ്റവൻ്റെ കാര്യം മറിച്ചവൻ്റെ കാര്യമൊന്നും നീ നോക്കണ്ട, അത് അവന് എനിക്കുമായിട്ടുള്ള കാര്യവും ഇടപാടുള്ള കാര്യങ്ങളാണ്. എന്നാൽ നീ എന്നെ അനുഗമിച്ചാട്ടെ. നിന്റെ ജീവിതത്തിൽ ശരിയായ ചില കഷ്ടങ്ങളും കുറവുകളും, നിനക്ക് ഇങ്ങനെയുള്ള ചില അവസ്ഥകളായിരിക്കും തന്നിട്ടുള്ളത്. നിന്റെ ജീവിതത്തിൽ ചില പ്രത്യേകമായിട്ടുള്ള ചില വഴികളിലൂടെ ആയിരിക്കും ഞാൻ നിന്നെ നടത്തുന്നതെന്ന്
എനിക്ക് നിന്നെക്കുറിച്ച് എൻ്റെതായ ഒരു വ്യത്യസ്തമായ എല്ലാ പാത്രങ്ങളും ഒരു കുശവൻ പല പാത്രങ്ങളും പല രീതിയിൽ അത് മെനഞ്ഞുണ്ടാക്കുന്നതും പലതിനും പല ഉപയോഗങ്ങളാണ് ഉള്ളത്. അവനറിയാം എവിടെ എന്തോ ഉപയോഗിക്കണം എന്നുള്ള കാര്യം. അതുകൊണ്ട് നീ നിന്റെ കാര്യം നോക്കെന്ന് പറയുന്ന കർത്താവിനെ നമ്മൾ കണ്ടു. പിന്നെന്താ, പിന്നെ ആ ഒരു കർത്താവ് ഇന്നും തുടർന്ന് നമ്മളിലൂടെ ചെയ്യുന്ന പ്രവൃത്തികളെക്കുറിച്ചും യോഹന്നാൻ്റെ ഐഡന്റിറ്റിയെ കുറിച്ച്, യോഹന്നാൻ്റെ വലിയൊരു ഐഡന്റിറ്റി, യേശുവാകുന്ന ഐഡന്റിറ്റിയിൽ മറഞ്ഞു ഒളിഞ്ഞിരുന്ന ആ ഒരു യോഹന്നാനെയൊക്കെ നമ്മൾ കണ്ടു. നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു സുവിശേഷം കർത്താവിൻ്റെ ആ ഒരു മരണത്തിലൂടെ കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന കാര്യമൊക്കെ നമ്മൾ കണ്ടു. ആക്ഷരികമായിട്ടുള്ള മരണമാകട്ടെ, ആത്മീയമായിട്ട് നമ്മുടെ സ്വയജീവന മരണത്തിലൂടെയൊക്കെ ഓരോ സമയത്തും നമ്മൾ ദൈവമുമ്പാകെ താഴ്ത്തി ഏൽപ്പിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ പരിശുദ്ധാത്മ നമ്മളിൽ നിറഞ്ഞുകൊണ്ടേയിരുന്ന കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താനൊക്കും. നമ്മളുടെ ചില മൗനങ്ങൾ തന്നെ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നതായിരിക്കും. നമ്മൾ ചില സമയത്ത് സംസാരിക്കേണ്ടടുത്ത് സംസാരിക്കുന്നത് കർത്താവിനെ മഹത്വപ്പെടുത്തേണ്ടതായിരിക്കും. എക്ലേസിയാസ്tes സഭ പ്രസംഗം 3 വായിക്കുന്നവർക്ക് സംസാരിക്കേണ്ടടുത്ത് സംസാരിക്കാനൊരു കാലം, മൗനമായിട്ടിരിക്കാനൊരു കാലം. ഓരോ സമയത്തും പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയ്ക്ക് അനുസരിച്ച് കർത്താവിൻ്റെ മരണം വഹിക്കുമ്പോൾ ആ മരണത്തിലൂടെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാനൊക്കെ ദൈവം നമ്മളെ സഹായിക്കട്ടെ. കർത്താവ് അങ്ങനെ നമ്മളെ ഈ സുവിശേഷത്തിൽ ഇത്രത്തോളം നമ്മളെ അനുഗ്രഹിച്ചു. തുടർന്നും നമുക്ക് സൗകര്യങ്ങളിൽ നിന്ന് കേൾക്കാമല്ലോ. കർത്താവിൻ്റെ ക്രൂശിൻ്റെ മാർഗ്ഗം ഇന്നും കുറച്ചുകൂടി വ്യക്തമായിട്ട് കാണാനും ഒക്കെ അവിടെ തീപ്പെട്ടിക്കുള്ളികളെല്ലാം വിദ്വേഷത്തിൻ്റെയും വെറുപ്പിൻ്റെയും തീയെ നമ്മുടെ ചുറ്റും കത്തിക്കുമ്പോൾ അവിടെ ഒരു തീപ്പെട്ടിക്കുള്ളി താണിരിക്കുമ്പം പിന്നെ അതിനെ ബാക്കി തുടർന്ന് കത്താൻ മാർഗമില്ല. തിന്മയെ നന്മയാൽ ജയിക്കുക എന്ന് റോമർ 12:21 നമ്മൾ വായിക്കുന്നത് പോലെ ആ ഒരു കർത്താവ് പോയ മാർഗത്തിലേക്ക് പോകാൻ ഇന്നയോളം കർത്താവെ നടത്തിയല്ലോ, ഇനി അവിടുന്ന് നടത്തും. അവിടുത്തെ അവിടുന്ന് വന്നിടുമ്പോൾ തിരുമാർവോട് അണഞ്ഞിടം ഞാൻ പോയ പോലെ അവിടുന്ന് വേഗം വരും. യേശു എത്ര നല്ലവൻ. നമുക്ക് ആ ഒരു സമർപ്പണത്തോടെ കർത്താവിനെ നോക്കി സന്തോഷത്തോടെ നമുക്ക് പാടാം. നടത്തി ഇന്നയൂല പുലർത്തി എൻ്റെ യേശു എത്ര നല്ലവൻ, അവനെന്നുമെന്നും മതിയായവൻ. എൻ്റെ യേശു എത്ര നല്ലവൻ, അവനെന്നുമെന്നും മതിയായവൻ. എൻ്റെ പാപഭാരമെല്ലാം തൻ്റെ ചുമലിൽ ഏറ്റുകൊണ്ട് എനിക്കായി കുരിശിൽ മരിച്ചു. എൻ്റെ യേശു എത്ര വിശ്വൻ, എനിക്കായി കുരിശിൽ മരിച്ചു. എൻ്റെ യേശു എത്ര നല്ലവൻ, എൻ്റെ ആവശ്യങ്ങളറിഞ്ഞ് ആദത്തിൻ കിളി വാതിൽ തുറന്ന് എല്ലാം സമൃദ്ധിയായി നൽകിയിടുന്ന എൻ്റെ യേശു എത്ര നല്ലവൻ, എല്ലാം സമൃദ്ധിയായി നൽകിയിടുന്ന എൻ്റെ യേശു നല്ല ഇടയൻ. മനോഭാരത്താലഞ്ഞ് മനോവേദനയാൽ നിറഞ്ഞ് മുരുകി കരഞ്ഞിടുമ്പോൾ എൻ്റെ യേശു എത്ര നല്ലവൻ, മനമുരുകി കരഞ്ഞിടുമ്പോൾ എൻ്റെ യേശു എത്ര നല്ലവൻ. രോഗശയ്യയിൽ എനിക്കു വൈദ്യൻ, ശോകവേളയിൽ ആശ്വാസകൻ, കൂടും വേലതിൽ തണലുമവൻ.
എൻ്റെ യേശു എത്ര നല്ലവൻ, കൂടും വെയിലതിൽ തണലുമവൻ. ഒരു നാളും കൈവിടില്ല, ഒരു നാളും ഉപേക്ഷിക്കില്ല, ഒരു നാളും മറക്കുകയില്ല. എൻ്റെ യേശു എത്ര വിശ്വസ്തൻ, ഒരു നാളും മറക്കുകയില്ല. എൻ്റെ യേശു എത്ര വിശ്വസ്തൻ, എൻ്റെ യേശു വന്നിടുമ്പോൾ തിരുമാർവോടണഞ്ഞിടും ഞാൻ. വേഗം വരും എൻ്റെ യേശു എത്ര നല്ലവൻ, പോയപ്പോൾ താൻ വേഗം വരും. എൻ്റെ യേശു എത്ര നല്ലവൻ. അവിടുന്ന് പോയ പോലെ വേഗം വരും നമ്മെ ചേർപ്പാനായിട്ട്. അവിടുന്ന് വാനമേഘങ്ങളിൽ വരും. അപ്പോ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന് കേൾക്കുവാൻ തക്കവണ്ണം കർത്താവ് നമ്മളെ അന്ന് അങ്ങനെ ആ ഒരു രീതിയിൽ കർത്താവ് നമ്മളെ കണ്ടെത്തുമോ. എന്നെ അനുഗമിക്കുക. അതെ, നീ പരകാര്യത്തിൽ തലയിടുന്നവനായിട്ടല്ല. 1 പത്രോസ് 4:15 നോട്ട് എസ് എ ട്രബിൾസം മെഡ്ലർ. ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന ആ ഒരു ബൗണ്ടറി, ആ ഒരു അതിരുകളൊക്കെ കടന്ന് വേറെ ആരുടെയെങ്കിലും കാര്യങ്ങളിൽ തലയിടുന്നവനായിട്ടല്ല നീ കഷ്ടം സഹിക്കേണ്ടത്. കർത്താവേ, അവിടുന്ന് അങ്ങേ അനുഗമിക്കുവാൻ, അവിടുത്തെ ഇഷ്ടം ചെയ്യുവാൻ, അവർക്ക് എന്താവും ഇവർക്ക് എന്താവും എന്നുള്ള കാര്യങ്ങളല്ല, ബാക്കി പലരുമായിട്ട് താരതമ്യം ചെയ്ത് അസൂയപ്പെടാനോ നിഗളിക്കാനോ നിരാശപ്പെടാനോ അല്ല, കർത്താവുമായിട്ട് താരതമ്യം ചെയ്യുവാൻ. മറ്റു പലരുമായിട്ടും താരതമ്യം ചെയ്യുമ്പോൾ നമ്മൾ ഒന്നുകിൽ നിഗളിച്ചു പോവും, അല്ലെങ്കിൽ നിരാശപ്പെട്ടു പോവും, അല്ലെങ്കിൽ അസൂയപ്പെട്ടു പോവും, അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു പല പരാതിയും പെറുവെറുപ്പും പല കാര്യങ്ങളിലേക്ക് നമ്മൾ വീണു പോവും, ചിലപ്പോൾ നമ്മൾ നിഗളിച്ചു പോവും. എന്നാൽ കർത്താവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അയ്യോ കർത്താവേ, ഞാൻ ഇനി എത്രയധികം അങ്ങേ അനുഗമിക്കേണ്ടതായിട്ടുണ്ട്. റിച്ചാർഡ് ബ്രാൻഡിനോട് ചോദിച്ചതുപോലെ നിന്റെ പേരെന്താ കർത്താവേ? എനിക്കൊരു പേരില്ല, അങ്ങ് അവിടുന്നാണ് എൻ്റെ പേര്. യേശു സ്നേഹിച്ച ശിഷ്യൻ 5 തവണ യോഹന്നാൻ 13:23, 19:26, 20:2, 21:7, 20 ഒക്കെ വീണ്ടും വീണ്ടും യേശു തൻ്റെ അമ്മയെ യോഹന്നാനെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ യേശു സ്നേഹിച്ച ശിഷ്യൻ അവിടെ യോഹന്നാൻ 19:26 പറയുന്നുണ്ട്. 5 തവണ തൻ്റെ ഐഡൻറ്റിറ്റി, അത് മാത്രമാണ് എൻ്റെ ഐഡൻറ്റിറ്റി, യേശു സ്നേഹിച്ച ശിഷ്യൻ. എനിക്ക് എൻ്റേതായിട്ടുള്ളൊരു അസ്തിത്വമോ കാര്യങ്ങളൊന്നുമില്ല, മറിച്ച് കർത്താവേ അങ്ങാണ് എന്നിൽ ജീവിക്കേണ്ടത്. അങ്ങ് എനിക്ക് അവിടുന്ന് കർത്താവേ, എനിക്ക് സ്വാഭാവികമായിട്ട് ഇഷ്ടമില്ലാത്ത വഴികളിൽ അവിടുന്ന് എന്നെ നടത്തുമ്പോൾ കർത്താവേ അതിനെ കീഴ്പ്പെട്ട് കൊടുക്കുവാൻ, നമ്മൾ വിറ്റുപേറുന്ന പലപ്പോഴും കേട്ടുള്ളതുപോലെ ആ ഒരു ഭാര്യ ഭർത്താവിന് കീഴടങ്ങുന്ന കാര്യം യോഹന്നാൻ 21 ആദ്യത്തെ വാക്യങ്ങളിൽ ആ ഒരു റിബല്യസ് ആയിട്ട് മത്സരിയായിട്ടുള്ള ഒരു ഭാര്യയെ വീണ്ടും സ്നേഹത്തോടെ പിൻവാങ്ങിപ്പോകുന്ന ആ ഭാര്യയെ സ്നേഹത്തോടെ അനുനയിപ്പിക്കുന്ന കർത്താവ്, സ്നേഹത്തോടെ പിൻചെല്ലുന്ന കർത്താവ് അവിടെ കൊച്ചു വെളുപ്പാങ്കാലത്ത് തീയൊക്കെ ഊതി കത്തിച്ച് ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കുന്ന ആ ഒരു ഭർത്താവിൻ്റെ സ്നേഹം, തൻ്റെ കാന്തയായ ശിഷ്യന്മാരെ കർത്താവ് ശുശ്രൂഷ ചെയ്യുന്ന കാര്യം, അപ്പം വിളമ്പി കൊടുക്കുന്ന കാര്യമൊക്കെ നമ്മൾ കാണുന്നു. തുടർന്ന് ഭാര്യ ഭർത്താവിന് കീഴടങ്ങുന്ന ഒരു രംഗം, അവിടെ തനിക്ക് ഇഷ്ടമില്ലാത്ത ഇടങ്ങളിലേക്ക് കർത്താവ് തന്നെ നയിക്കുമ്പോൾ അവിടെ കർത്താവിനെല്ലാത്തിലും കീഴടങ്ങിയിരിക്കാൻ പിന്നെ കർത്താവ് കൽപ്പിച്ചിട്ടുണ്ട്. കർത്താവേ, അവിടുത്തെ വചനപ്രകാരം ഞാനിതിനെ കീഴടങ്ങുന്നു എന്ന് പറയുന്ന ഒരു ഭാര്യയെപ്പോൾ
നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ആ ഒരു കർത്താവിൻ്റെ ആ ഒരു മാതൃക, പിതാവിൻ്റെ ഇഷ്ടത്തിനായിട്ട് തന്നെ ഏൽപ്പിച്ചു കൊടുത്ത ആ ഒരു യേശുവിൻ്റെ മാതൃക നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവെ, അവിടുന്ന് തന്നെ സമർത്ഥമായ ജീവനിലേക്ക് എന്നിൽ മരണം നടക്കുന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും കർത്താവ് വേണ്ടത്ര ജീവൻ വെളിപ്പെടുന്നില്ലല്ലോ കർത്താവെ. അപ്പോൾ ആ വേണ്ട രീതിയിൽ മരണം നടക്കാത്തതുകൊണ്ടാണല്ലോ കർത്താവെ അവിടുത്തെ ജീവൻ സമൃദ്ധമായിട്ട് വെളിപ്പെടാത്തത്. കർത്താവെ, എന്നെ സഹായിക്കണമേ. നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാൻ സ്നേഹം നിറഞ്ഞ പിതാവേ നന്ദി. കർത്താവേ നന്ദി. അവിടുന്ന് കർത്താവെ ഈ അനുഗ്രഹിക്കപ്പെട്ട സുവിശേഷം, അതെ കർത്താവെ, ആ 90 AD-യിലൊക്കെ അവിടുന്ന് പരിശുദ്ധാത്മാവിനാൽ യോഹന്നാൻ അപ്പോസ്തലനാൽ എഴുതപ്പെട്ട ഈ അനുഗ്രഹിക്കപ്പെട്ട സുവിശേഷം കർത്താവെ ഇത്ര നാളും കർത്താവെ ഞങ്ങൾക്ക് സഭയായിട്ട് ഒരു കുടുംബമായിട്ട് കർത്താവെ ഞങ്ങൾക്ക് അതിൻ്റെ ഓരോ വാക്കുകളൊക്കെ ധ്യാനിച്ച് കർത്താവെ അതെല്ലാം കർത്താവെ ധ്യാനിക്കുവാൻ എത്രത്തോളം അവിടുന്ന് ഞങ്ങളെ സഹായിച്ചു. എത്ര വലിയ നിധികൾ അവിടുത്തെ വചനത്തിലുണ്ട്. നന്ദി കർത്താവെ നന്ദി. ഞങ്ങൾ എത്രത്തോളം സഹായിച്ചല്ലോ. ഞങ്ങളൊന്നും യോഗ്യരല്ലല്ലോ, എങ്കിലും കർത്താവെ അങ്ങയുടെ ആ തിരുമുഖത്തെ, അവിടുത്തെ ആത്മസൗന്ദര്യത്തെ ആ വചനമാകുന്ന കണ്ണാടിയിൽ അധികമായിട്ട് കാണുവാൻ ഞങ്ങളെ സഹായിച്ചല്ലോ. അവിടുത്തെ വഴികളെ കാണുവാൻ ഞങ്ങളെ സഹായിച്ചല്ലോ. ആ ജീവനുള്ള വഴിയെ കാണുവാൻ, ജീവനും പുതുതായിട്ടുള്ള ആ വഴിയെ കാണുവാൻ, ക്രൂസിന്റെ വഴിയെ കാണുവാൻ, കർത്താവെ പ്രലോഭനത്തിന്റെ മധ്യത്തിലുള്ള ആ ഒരു പോക്ക് വഴിയെ കാണുവാൻ, കർത്താവെ ജീവവൃക്ഷത്തിലേക്കുള്ള ആ വഴിയെ കാണുവാൻ, നീതിമാന്റെ പാതയെ കാണുവാൻ, ശാശ്വത മാർഗത്തെ കാണുവാൻ ഈ വചനത്തിൽ ഞങ്ങളെ സഹായിച്ചല്ലോ. മരണപ്രധാനങ്ങളുടെ ആ വഴിയെ കാണുവാൻ, ഇടുക്കവും ഞെരുക്കമുള്ള ആ വഴിയെ കാണുവാൻ ഞങ്ങളെ സഹായിച്ചല്ലോ കർത്താവെ. ഒരു ദിവസവും അതിൽ തന്നെ നടക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. ഇനി അനുഗമിക്കുക എന്ന് കർത്താവെ ഞങ്ങൾ ഓരോരുത്തരും നോക്കി അവിടുന്ന് ഇന്നും വ്യക്തമായിട്ട് പറയുന്നതിനോർത്ത് ഞങ്ങളെങ്കിൽ സ്തുതിക്കുന്നു. അതേ കർത്താവെ, ബാക്കി പല കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് വ്യാകുലപ്പെടാനല്ല, പലരെക്കുറിച്ചും അവർക്ക് എന്താവും ഇവർക്ക് എന്താവും എനിക്ക് മാത്രം എന്താ ഇങ്ങനെയെന്ന് ചോദിക്കാനല്ല കർത്താവെ, മറിച്ച് എനിക്കായിട്ട് അവിടുന്ന് വെച്ചിരിക്കുന്ന ഒരു ട്രാക്ക് ഉണ്ടല്ലോ, എനിക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം. അപ്പോൾ അവന്റെ ഓട്ടത്തിന്റെ പാതയിൽ അത്ര വലിയ ദുർഘടങ്ങളും ഹേർഡിൽസ് ഒന്നുമില്ല. എൻ്റെ ട്രാക്കിൽ ഇത്ര ഹേർഡിൽസ് ഒക്കെ വെച്ചിരിക്കുന്നത് എന്താ എന്ന് ചോദിക്കാതെ കർത്താവെ, അവിടുന്ന് എനിക്കായിട്ട് വെച്ചിരിക്കുന്ന ഈ ഓട്ടം, അത് കർത്താവെ ദുഃഖത്തിന്റെ പാനപാത്രമായാലും അത് വാങ്ങി ഹല്ലേലൂയ എന്ന് കർത്താവെ പറയുവാൻ ഞങ്ങളെ സഹായിക്കണമേ. എല്ലാം കർത്താവെ ഞങ്ങളെ അങ്ങേപോലെ ആക്കി തീർക്കുവാനാണല്ലോ. ഞങ്ങൾക്ക് വ്യക്തിപരമായിട്ടുള്ള പേഴ്സണൽ ട്യൂഷൻ ആണല്ലോ കർത്താവെ, കോമൺ സിലബസ് അല്ലല്ലോ. എല്ലാത്തരുടെയും കരിക്കുലം ഒന്നല്ലല്ലോ കർത്താവെ. ഞങ്ങൾക്കായിട്ടുള്ള ഒരു കരിക്കുലം, ഞങ്ങൾക്കായിട്ടുള്ളൊരു സിലബസ് അവിടുന്ന് ഒരുക്കി ഞങ്ങൾക്കായിട്ട് കർത്താവെ ഓരോ ദിവസവും ചോദ്യപേപ്പറുകൾ സെറ്റ് ചെയ്ത് ഞങ്ങളെ കർത്താവെ ആ ഒരു പെർഫെക്റ്റ് പൂർണ്ണമായിട്ടുള്ള 100% സെന്റം മാർക്ക് വാങ്ങിക്കുന്നിടം വരെ കർത്താവെ ഞങ്ങളെ പല 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 കർത്താവെ വഴികളിലൂടെ അവിടുന്ന് ഞങ്ങളെ നടത്തുമ്പോൾ കർത്താവെ അവിടുത്തെ ആ സ്നേഹത്തിന്റെ കരങ്ങളെ കാണുവാൻ, അവിടുത്തെ ആണിപ്പഴുതുള്ള തിരുക്കരങ്ങള് കർത്താവെ കാണുവാനും, ഞങ്ങളുടെ കരങ്ങളെ ആ ആണിപ്പഴുതുള്ള തിരുക്കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് അവിടുന്ന് കർത്താവെ നയിക്കുന്ന വഴികളിലേക്ക്, അത് കർത്താവെ നീതിയിട്ടല്ലാതെ കിടപ്പാൻ പറ്റാത്ത ആ മാർഗത്തിലേക്ക് കർത്താവെ ഞങ്ങളുടെ ഇരുകൈയും നീട്ടി കർത്താവെ ഞങ്ങളെ തന്നെ അങ്ങ് നയിക്കപ്പെടുവാനായിട്ട് അനുവദിക്കുവാൻ കർത്താവെ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് സഹായിക്കണം. അതേ കർത്താവെ ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. കർത്താവെ സ്തുതിക്കുന്നു. ഈ മാർഗത്തിലൂടെ കർത്താവെ ഈ ജീവന്റെ സമൃദ്ധിയുടെ മാർഗത്തിലൂടെ ഞങ്ങളെ വഴി നടത്തണമേ. ഞങ്ങളെ തന്നെ കർത്താവ് ഇരുകൈയും നീട്ടി ഞങ്ങളെ തരുന്ന കർത്താവെ അവിടെ ഞങ്ങളെ നയിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു കർത്താവെ, സ്തുതിക്കുന്നു. നന്ദി കർത്താവെ നന്ദി കർത്താവെ. അവിടെ ഞങ്ങൾക്ക് തന്ന വചനത്തിനായിട്ട് സ്തോത്രം. ഞങ്ങൾ ഈ പാതയിലേക്ക് നീങ്ങുവാൻ ഞങ്ങളെ തന്നെ ഇരുകൈയെ ഏൽപ്പിച്ചു തരുന്ന കർത്താവെ, അവിടുത്തെ ഇഷ്ടപ്രകാരം ഞങ്ങളെ വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഇഷ്ടം പോലെ ഒന്നും വേണ്ട, അവിടുത്തെ ഇഷ്ടം പോലെ മതി കർത്താവെ. നന്ദി യേശുവേ, നന്ദി യേശുവേ, നന്ദി കർത്താവെ. അവിടെ നിന്ന് ഞങ്ങളിലൂടെ തുടർന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. നന്ദി യേശുവേ, നന്ദി. അത് കർത്താവെ എത്ര വർണ്ണിച്ചാലും മതി വരാതെ വണ്ണം, എത്ര പുസ്തകങ്ങൾ എഴുതിയാലും മതി വരാതെ വണ്ണമുള്ള അവിടുത്തെ പ്രവൃത്തികൾക്കായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. നന്ദി കർത്താവെ, നന്ദി. ഇനിയും ഞങ്ങളിലൂടെയും അവിടുത്തെ പ്രവൃത്തികളെ തുടർന്നാട്ടെ. നന്ദി കർത്താവെ, നന്ദി. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും ചെറുപ്പക്കാരെ എല്ലാം എസ്പെഷ്യലി ഓർത്ത് പ്രാർത്ഥിക്കുന്നവരിലൂടെ എല്ലാം അവിടുത്തെ പ്രവൃത്തി അനസ്യൂതം വിഘ്നം കൂടാതെ അവിടുന്ന് തുടർന്നാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി യേശുവേ, നന്ദി. അവിടുത്തെ വരവിനാൾ വരെയും കർത്താവ് അവിടുത്തെ സാക്ഷികളെ ഉയർത്തി അവിടുത്തെ സഭയെ പണിത് അവിടുത്തെ നാമത്തെ മുഖത്തപ്പെടുത്തട്ടെ കർത്താവെ. അവിടുത്തെ നാമത്തെ മുഖത്തപ്പെടുത്തിയാട്ടെ. ജീവനിലൂടെ ആയാലും മരണത്തിലൂടെ ആയാലും അവിടുത്തെ നാമത്തെ മുഖത്തപ്പെടുത്തി ഞങ്ങളെ സഹായിക്കണമേ. ഒരു ദിവസവും ഞങ്ങളുടെ സ്വയജീവനും മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്ത് അവിടുത്തെ നാമത്തെ മുഖത്തപ്പെടുത്തി ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി കർത്താവെ, നന്ദി. അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനെ ഒത്ത് സ്തുതിക്കുന്നു. എല്ലാ യേശു കർത്താവിന്റെ വലിയ മധുരമുള്ള നാമത്തിൽ തന്നെ